നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. സുകുമാരക്കുറുപ്പ് പിടികിട്ട പുള്ളി. 1984 ജനുവരി 22 മുതൽ കേരള പോലീസ് കുറുപ്പിന് പിന്നാലെയാണ്. ലോക്കൽ പോലീസ്, ക്രൈം ബ്രാഞ്ച്, സ്പെഷ്യൽ ക്രൈം ബ്രാഞ്ച് പഠിച്ച പണി 18 നോക്കി. പക്ഷേ കുറുപ്പിനെ കിട്ടിയില്ല. അബുദാബി, നേപ്പാൾ, ഇന്തോനേഷ്യ, കുറുപ്പിനെ തെരയാത്ത രാജ്യങ്ങളില്ല. DNA പരിശോധനയില്ലാതെ കാറിൽ കത്തിക്കിടന്നത് കുറുപ്പല്ല എന്ന കണ്ടെത്തൽ അത് കേരള പോലീസിന് പൊൻതൂവലാണ്. പക്ഷേ കുറുപ്പിനെ കിട്ടാത്തത് ആ ക്രെഡിറ്റ് കളഞ്ഞു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആ കേസിന് ജീവൻ വെക്കുകയാണ്. ജീവനോടെയുണ്ടെങ്കിൽ ഇന്ന് കുറുപ്പിന് 80 വയസ്സ് കഴിയും. 1989 മുതൽ 16/89 കേസ് ലോങ് പെൻഡിംഗ് ആണ്. വെളിച്ചം വീഴുമോ ആ കേസ് ഫയലിന്? കിട്ടുമോ മോസ്റ്റ് വാണ്ടഡ് കുറുപ്പിനെ? നമുക്കൊപ്പം അതിഥികളായി ശ്രീ ജോർജ് ജോസഫ്, അദ്ദേഹം റിട്ടയർഡ് SP ആണ്. റിൻസിം ഇസ്മായിൽ, അദ്ദേഹമാണ് അവസാനമായി സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന് അവകാശപ്പെടുന്ന വ്യക്തി. അലി അക്ബർ, അദ്ദേഹം മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അതോടൊപ്പം ST വേണുഗോപാൽ, അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നാൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകൻ കൂടിയാണ് ശ്രീ ST വേണുഗോപാൽ. എല്ലാ അതിഥികൾക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ അലി അക്ബർ, ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി വീണ്ടും സുകുമാരക്കുറുപ്പിനെ പിടികൂടാനുള്ള ശ്രമത്തിലേക്ക് കേരള പോലീസ് പോയേക്കും എന്ന സൂചനകൾ വരുന്നു. ആ കേസ് ഫയൽ വീണ്ടും ചർച്ചയാവുകയാണ്. ഇത് വിശദമായി അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് താങ്കൾ. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ കേസിൽ ഇനിയും അന്വേഷിക്കാനുണ്ട്, ഇനിയും അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയും കുറുപ്പിനെ എന്ന്? തീർച്ചയായും. ഈ കേസിൻ്റെ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞാൻ താമസിക്കുന്ന വീടിന് 2.5 കിലോമീറ്റർ വടക്കുമാറി തോട്ടപ്പള്ളി എന്ന് പറയുന്ന ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചാണ് കരുവാറ്റയിൽ നിന്നും വീട്ടിലേക്ക് പോകാനായിട്ടിരുന്ന ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ചാക്കോയെ കയറ്റിക്കൊണ്ട് വന്നത്. തോട്ടപ്പള്ളിയിൽ നിന്ന് നേരെ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്നതിന് പകരം പെട്ടെന്ന് ലെഫ്റ്റ് തിരിച്ച് തീരദേശ റോഡിലേക്ക് കൂടി തൃക്കുന്നപ്പുഴ റോഡിലേക്ക് തിരിഞ്ഞു. ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞപ്പോൾ ഭാസ്കരപിള്ള അയാളുടെ വായിൽ കുത്തിപ്പിടിക്കുകയും ഷാഹുൽ ഹമീദും ചവക്കാട് സ്വദേശിയായ ഷാഹുൽ ഹമീദും ഭാസ്കരപിള്ളയും ചേർന്നാണ് അയാളെ കൊല്ലുന്നത്. ഭാസ്കരപിള്ള ഇച്ചിരി മദ്യപാനിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ലെങ്കിലും പോലീസ് സേനയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഞാൻ രഹസ്യമായ കേന്ദ്രത്തിൽ കൊണ്ടുപോയി മദ്യപിച്ച് അന്ന് നടന്ന കൊലപാതകത്തെക്കുറിച്ച് ഭാസ്കരപിള്ള വളരെ വ്യക്തമായി പറഞ്ഞു. ആ പറഞ്ഞതിൽ നിന്നും ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ പോലീസ് സേനയുടെ അന്തസ്സ് എപ്പോഴൊക്കെ നഷ്ടപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ സമയത്തെല്ലാം ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കും SP ഓഫീസുകളിലേക്കും വിളിച്ച് എന്നോട് പോലീസ് സേനയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം, പ്രതിയെ എവിടെ ജീവിച്ചിരുന്നാലും കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എന്നെ ഔദ്യോഗികമായി ഏൽപ്പിച്ചിട്ടുള്ള മുഴുവൻ കേസുകളിലും എൻ്റെ 34 വർഷത്തെ സർവീസ് ജീവിതത്തിനിടയിൽ സ്വന്തം ജീവൻ പണയം വെച്ചും 6 തവണ വധശ്രമങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ കാരുണ്യത്താൽ രക്ഷപ്പെട്ടും ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും പ്രതികളെയെല്ലാം കണ്ടെത്തുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സുകുമാരക്കുറുപ്പിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന്. അങ്ങനെ 2017 അന്നത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ തലവനായിരുന്ന ബഹുമാന്യനായ നിതിൻ അഗർവാൾ സാറ് എൻ്റെ പേരിൽ ഒരു ഓർഡർ ഇറക്കുകയും സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നോ മരിച്ചോ, മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശവമാടം എവിടെയാണ്, അത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും, അതുകൊണ്ട് നിങ്ങൾ കണ്ടെത്തണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. വളരെ കഷ്ടപ്പെട്ട് രഹസ്യമായി വേഷം മാറി ഞാൻ നിരവധി സ്ഥലങ്ങളിലും സംസ്ഥാനം വിട്ടും സഞ്ചരിച്ചിട്ട് ഞാൻ അന്ന് കണ്ടെത്തിയ കാര്യങ്ങളും എനിക്കിപ്പോൾ വെളിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും പിടിക്കാനത് സഹായകമാകും എന്നുള്ളത് കൊണ്ട് പുറത്ത് വിശദീകരിക്കാൻ പറ്റാത്ത തരത്തിൽ കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായ വിവരങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ, താങ്കൾക്ക് 2017 ഈ കേസ് അന്വേഷിച്ച സമയത്ത് അന്ന് സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ട് എന്ന് തോന്നാനുള്ള കാരണം എന്തായിരുന്നു സാർ? അതിന് തോന്നാനുള്ള കാരണം, ഞാൻ അന്ന് ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത്
ഈ സുകുമാരക്കുറുപ്പിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ സുരേഷ് കുറുപ്പിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരി രാധാമണിയുടെയും അളിയൻ്റെ സഹോദരി മധ്യപ്രദേശിലെ ഒറീസ, പഞ്ചാബ്, UP, അമേരിക്കയിൽ നിന്ന് വരെ ഇപ്പോൾ എനിക്ക് വെളിപ്പെടുത്താൻ പറ്റാത്ത ഉന്നതനായൊരു പോലീസ് ഓഫീസറുമായും ഒരു ലോയറുമായിട്ടും നിരന്തരം വരുന്ന കോളുകൾ ഞാനന്ന് പഠനവിധേയമാക്കിയിരുന്നു. 5 ഫോൺ മാറി മാറി ഉപയോഗിക്കുന്ന ഒരു മധ്യപ്രദേശിലെ സുരേഷ് കുറുപ്പിൻ്റെ ബന്ധുവിനെയും എനിക്ക് സംശയിക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നും ഉള്ള കോളുകളും വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലാക്കി. ഞാനിപ്പോൾ വെളിവാക്കുന്നില്ല. അന്ന് എനിക്ക് ഒരു കിട്ടിയ സോഴ്സ് ഞാനിപ്പോൾ പറയാൻ പറ്റില്ല. ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അത് പ്രയോജനപ്പെടുമെങ്കിൽ അത് പരിശോധിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാനത് വെളിവാക്കുന്നില്ല. ആ കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്ക് ജീവിച്ചിരിക്കുന്നു എന്ന് നിഗമനത്തിലെത്തുവാനുള്ള തെളിവുകൾ ലഭിച്ചിരുന്നു. എനിക്ക് ആദ്യമേ ഞാനിതിൻ്റെ മുഖവര കേട്ടു. അദ്ദേഹത്തിന് ഇപ്പോൾ 82 വയസ്സായി കാണും എന്ന് പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് ഇപ്പോൾ 78 വയസ്സേ ആയിട്ടുള്ളൂ. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് ദേവസ്വം ബോർഡ് സ്കൂളിലാണ് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1948 അങ്ങനെ വരുമ്പോൾ 78 വയസ്സേ ഇപ്പോൾ പ്രായമായിട്ടുള്ളൂ. ഞാനന്ന് അന്വേഷിക്കുന്ന സമയത്ത് 70-നും 71-ലേക്ക് കടക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ TC 7/1965 നമ്പറായി അദ്ദേഹം TC വാങ്ങിയിരുന്നു ചെറിയനാട് ദേവസ്വം ബോർഡ് സ്കൂളിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് അദ്ദേഹത്തിൻ്റെ കഴുത്തിന് പുറകുവശത്ത് ഒരു കറുത്ത മറുക്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ കണ്ടെത്തിയ 2 വ്യക്തികളെ ഞാൻ കണ്ട് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഒന്ന് രത്നമ്മ. ആ രത്നമ്മ പറയുന്നത് വ്യക്തമായി വിശ്വസിക്കാം. കൂടാതെ അന്ന് ആശുപത്രിയിൽ ചികിത്സ അവിടുത്തെ സ്റ്റാഫുകൾക്കല്ലാതെ പുറത്തുനിന്ന് ഒരാൾക്ക് ചികിത്സ നൽകണമെങ്കിൽ മന്ത്രിതലത്തിന് മുകളിലോട്ടുള്ള റെക്കമെൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അത്തരത്തിൽ ഒരാൾ അവിടെ ജോലി ചെയ്യാത്ത ഇരുമ്പ് നിർമ്മാണശാലയിൽ ജോലി ചെയ്യാത്ത ഒരാൾക്ക് സുകുമാരക്കുറുപ്പിനെ സഹായിക്കാൻ ഉന്നത തലത്തിൽ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. താങ്കൾ പേരുകൾ പറയുന്നില്ലെങ്കിലും ആ ഇടപെടൽ എങ്ങനെയാണെന്ന് പറയുന്നില്ലെങ്കിലും ബോധ്യമാവുന്ന കാര്യം കുറുപ്പിനെ സംരക്ഷിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ ഭരണ സംവിധാനത്തിൽ. അങ്ങനെയാണോ? ഒരു കാര്യം മനസ്സിലാക്കുക. എൻ്റെ സർവീസ് ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെ പോലീസ് ഏജൻസികളെക്കാളും ഏറ്റവും കഴിവുറ്റ ഒരു പോലീസ് സേനയാണ് കേരള പോലീസ് സേന. ഞാൻ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോയിട്ടുണ്ട്. അവിടുത്തെയൊക്കെ പോലീസിൻ്റെ പ്രവർത്തന രീതിയും കേരളവുമായി നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ കേരള പോലീസിന് CBIക്ക് ഞാൻ CBI അന്വേഷണത്തിന് കേരളത്തിൽ വന്ന പ്രധാനപ്പെട്ട 2-3 കേസുകളിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി അവർക്ക് പ്രതികളെ പിടിക്കാനുള്ള സഹായം ചെയ്തു കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ CBIയുടെ അന്വേഷണത്തെ നമുക്കറിയാം. അതിനേക്കാളും പല മേഖലകളിലും കഴുത്തുറ്റ അന്വേഷണ പാഠവുമുള്ളവരാണ് പോലീസ് സേനയിലുള്ളവർ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ തരത്തിലുള്ള ഇടപെടലുകളാണ് അന്ന് ആ മേഖലയിൽ. പല മേഖലയിൽ നിന്നും എന്നെ വിളിച്ച് ഞാൻ ചെറിയനാട് ചെന്നിരുന്നോ, മറ്റടുത്ത് പോയിരുന്നോ, എന്തെങ്കിലും കേസ് അന്വേഷിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന തരത്തിലൊക്കെയുള്ള ചില എൻക്വയറികൾ വന്നിരുന്നു. മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സുകുമാരക്കുറുപ്പിൻ്റെ സ്വത്തുക്കൾ പലതും കണ്ടുകെട്ടിയിട്ടില്ല. ആ കണ്ടെത്താത്ത സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞാൻ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ സർവേ നമ്പർ, അതിൻ്റെ തണ്ടപ്പേര് നമ്പർ, അത് ആരുടെ പേരിലാണ്, അവിടെ ഇപ്പോൾ ആരാണ് താമസിക്കുന്നത്, അവരുമായി നിരന്തരമുള്ള ഫോൺ ബന്ധങ്ങൾ, ഇതെല്ലാം ഞാൻ പഠനവിധേയമാക്കി. ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തിൻ്റെ എവിടെ പോയി ഒളിച്ചാലും ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കേരള പോലീസിന് വളരെ വ്യക്തമായി തന്നെ കണ്ടെത്താൻ കഴിയും. സുകുമാരക്കുറുപ്പിൻ്റെ കുടുംബത്തെക്കുറിച്ച് ശരിക്കും പഠിച്ചതിൽ നിന്ന് സുകുമാരക്കുറുപ്പ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുടുംബം അനുവർത്തിക്കുന്ന ചില ചടങ്ങുകളെ സംബന്ധിച്ച് ആ കുടുംബവുമായി നിരന്തരമായി ബന്ധമുണ്ടായിരുന്ന ആത്മീയ ആചാര്യന്മാരുമായി ഞാൻ രഹസ്യമായി കണ്ടിട്ടുണ്ട്. മരിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അവരുടെ കുടുംബത്തിലൊരു ശ്രാദ്ധം നടത്തുകയും മരണാനന്തര കർമ്മങ്ങൾ അവർ നടത്തുകയും ചെയ്യുമായിരുന്നു. മാത്രമല്ല അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് 99% വിശ്വസിക്കാൻ കഴിയുന്ന ചില മൊഴികൾ അന്ന് കുടുംബത്തിലുള്ള ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തിലെ ചില അംഗങ്ങൾ സ്വസ്ഥമായി കേരളത്തിൽ വന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതൽ ഞാൻ വെളിവാക്കുന്നില്ല. ഇപ്പം ഞാൻ ഇത് ചോദിച്ചത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ വിശ്വാസപ്രകാരം സുകുമാരക്കുറുപ്പ് അന്ന് 70 വയസ്സ് കഴിഞ്ഞ് 71 വയസ്സിലേക്ക് ആകുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കൂടാതെ തന്നെ നിരന്തരമായി അത് കണ്ടെത്താൻ ഉതകുന്ന ഒരു നല്ല ഇൻവെസ്റ്റിഗേറ്റർക്ക്
വേണ്ട മുഴുവൻ മെറ്റീരിയൽ എവിഡൻസുകളും എൻ്റെ റിപ്പോർട്ടിൽ ഞാൻ ശേഖരിച്ചു കൊടുത്തിട്ടുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഈ കേസുമായി ബന്ധപ്പെട്ട് കുറേ പേരുകളുണ്ട്. ഇതിൽ സുകുമാരക്കുറുപ്പിന് ഈ ചാക്കോയെ വധിക്കാനും കൊല്ലാനും അത് കഴിഞ്ഞ് ആ മൃതദേഹം കത്തിക്കാനും അതിനൊക്കെ സഹായിച്ചത് സുഹൃത്തുക്കളാണ്, ബന്ധുക്കളാണ്. അതിൽ ഒരാൾ ചാവക്കാട് സ്വദേശിയായ ഷാഹുലാണ്. പിന്നീട് മാപ്പുസാക്ഷിയായി ഇതിനെക്കുറിച്ച് ഷാഹുൽ എന്തുകൊണ്ട് കുറുപ്പിനെ കൂടെ ചേർന്നു, എന്താണ് ഇത്രയും വലിയൊരു ക്രൂരകൃത്യത്തിന്റെ ഭാഗമാകാൻ ഷാഹുലിനെ പ്രേരിപ്പിച്ചത്, അതൊന്ന് കേൾക്കാം അദ്ദേഹത്തിന്റെ മൊഴിയിൽ. എന്നുള്ള പരിചയം ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. വ്യക്തി അയാൾ കുറച്ച് കഴിവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്. ആദ്യം മദ്രാസിൽ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു. അവിടുന്ന് ഇതേമാതിരി തരികട കളിച്ചിട്ട് അവിടുന്ന് പോന്നിട്ട് പിന്നെ സുകുമാരക്കുറുപ്പ് ആയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ അവിടുന്ന് ഇതേമാതിരി ഗൾഫിൽ പോയി കുറച്ച് കാശിനൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് പിന്നെ ഈ പ്ലാൻ അവൻ ആസൂത്രണം ചെയ്യുന്നത്. അവൻ്റെ വീട്ടിൽ നിന്നുള്ള അവൻ്റെ അനിയത്തിയുടെ ഭർത്താവും എല്ലാവരും കൂട്ടുള്ളൊരു പ്ലാനിങ്ങാണ് ഈ ഭാസ്കരൻ പിള്ള, രണ്ടാം പ്രതി. അത് അവരിലുള്ള ഒരു പ്ലാനിങ്ങാണ്. അവരിവിടെ വണ്ടി കത്തിക്കേണ്ട വണ്ടി സെറ്റപ്പ് ചെയ്യലൊക്കെ അത് അവരിലുള്ള പ്ലാനിങ്ങായിരുന്നു. ഇതൊന്നും നമ്മൾ അന്ന് അവിടെ നിന്ന് അറിയുന്നില്ല. കൂട്ടുകാരൻ്റെ കൂടെ അങ്ങനെ നാട്ടിൽ വന്ന് വീണ്ടും ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഞാൻ മൂപ്പരെ കാണാൻ വേണ്ടി ചെങ്ങന്നൂർ ചെന്ന അന്നാണ് ഈ സംഭവം നടക്കുന്നത്. ഞാനന്ന് ഇവിടുന്ന് കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോയത് അങ്ങോട്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർ ഇങ്ങനെയുള്ള ഒരു മർഡർ കേസിനുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷേ ആ പ്ലാനിങ് അറിയുന്നത് ഞാൻ അവിടെ പോയി കൽപ്പകവാടിയിൽ കയറിയതിൻ്റെ ശേഷമാണ് ഇങ്ങനെയുള്ള പ്ലാനിങ് അറിയുന്നത്. അപ്പോൾ അവരുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലാവുന്നു പിന്നെ സുകുമാരക്കുറുപ്പിന് സാദൃശ്യമുള്ള ഒരാളാണ്. അതിപ്പോൾ ഞാനായാലും വേണ്ടില്ല ആരായാലും വേണ്ടില്ല, അങ്ങനെയുള്ള പ്ലാനായിരുന്നു അവരെ. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനന്ന് ഈ ഒരു സംഭവത്തിന് കൂട്ടുന്നു കൊടുത്തത്. ശരി, അതാണ് അദ്ദേഹത്തിന്റെ മൊഴി. ശ്രീ റെൻസിം ഇസ്മായിൽ, കുറുപ്പിനെ ഒരു മാസത്തോളം കണ്ട വ്യക്തിയാണ് താങ്കൾ, അങ്ങനെയാണ് താങ്കൾ പറയുന്നത്. ഏത് സമയത്താണ് താങ്കൾ സുകുമാരക്കുറുപ്പിനെ കണ്ടത്? ആ കണ്ടത് സുകുമാരക്കുറുപ്പാണ് എന്ന് അന്ന് താങ്കൾക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? അത് കേരള പോലീസിനെ അറിയിച്ചിരുന്നു? അതിലെന്തെങ്കിലും തുടർ നടപടി ഉണ്ടായിരുന്നു? ഹലോ, 2007 കാലഘട്ടത്തിലാണ് സുകുമാരക്കുറുപ്പിനെ ഗുജറാത്തിലെ ഈഡർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് യാദൃച്ഛികമായിട്ട് കണ്ടത്. കാണുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു സന്ദർഭത്തിലാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഡെയിലി ചായ കുടിക്കാൻ പോകുന്ന ഒരു ടീ ഷോപ്പുണ്ട്, അതിൻ്റെ മുന്നിലൊരു ആശ്രമമുണ്ട്. അങ്ങനെ ഞാൻ വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ പോയ സന്ദർഭത്തിൽ എൻ്റെ ഒരു സ്ട്രെയിറ്റ് റോഡാണ്, അങ്ങനെ ശരം 400 മീറ്ററോളം ദൂരെ നിന്ന് തന്നെ ആ ചായക്കടയുടെ മുന്നിലൊരു സന്യാസി നിൽക്കുന്നതായിട്ട് കണ്ടു. ഒറ്റ നടത്തിൽ തന്നെ അദ്ദേഹം ഉടുത്തിരിക്കുന്ന മുണ്ടുടുത്തിരിക്കുന്ന രീതി കണ്ടപ്പോൾ തന്നെ മലയാളിയാണോ എന്നൊരു സംശയം എനിക്ക് തോന്നി. അന്നേരം അവിടെ ചെല്ലുമ്പോൾ പുള്ളിയെടുത്ത് ചോദിക്കണമെന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ആശ്രമത്തിലേക്ക് പോയി. അതിന് മുമ്പ് ആ പോകുന്ന വഴിക്ക് തന്നെ ശ്രദ്ധിച്ച് അവിടെ കുറച്ച് ആളുകൾ ഇതിനെ കൂടിയിട്ടുണ്ടായിരുന്നു. ഈ നമ്മുടെ സന്യാസി എന്താ അവരോട് പറയുന്നു, അവരെല്ലാം പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകുന്നു. അത് ചെറുതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ വന്നു. അങ്ങനെ ചായക്കടക്കാരനോട് ചോദിച്ചത്, ഇവിടെ ഇന്ന് സന്യാസി ഞങ്ങളുടെ നാട്ടുകാരാണെന്ന് തോന്നുമല്ലോ. അതിനെ പെട്ടെന്ന് ചായക്കടക്കാരൻ പറഞ്ഞു, അദ്ദേഹത്തോട് സംസാരിക്കാനൊന്നും നിൽക്കേണ്ട, അദ്ദേഹം ഭയങ്കര ഗൗരവക്കാരനാണ് എന്ന് പറഞ്ഞു. ഞാൻ അതൊരു കാര്യം ചോദിച്ചു, എന്തോ. അന്നേരം ഇവിടെ കൂടി ഈ ചായക്കടയോട് ചേർന്നതിന് ഒരു ടൈൽ ഫാക്ടറിയാണ്. അവിടുത്തെ കുറച്ച് തൊഴിലാളികളാണ് അവിടെ ചായ കുടിക്കാൻ ചെന്നത്. അവർ ചോദിച്ചു സ്വാമിയുടെ പേരെന്തുവാണ്. അതിന് അദ്ദേഹം ചോദിച്ചു, സന്യാസിയുടെ പേരൊക്കെ ചോദിക്കാൻ മാത്രം നിങ്ങൾ വളർന്നോ, നിങ്ങളിപ്പോൾ ശരിയാക്കിക്കളയെന്ന് പറഞ്ഞ് അദ്ദേഹം എന്തോ മദറൊക്കെ ചൊല്ലി മണ്ണൊക്കെ എടുത്തപ്പോൾ ഇവർ ഓടിപ്പോയി. അതാണ് ഈ ചായക്കടക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനന്നേരം തന്നെ ആലോചിച്ചു, ഒരു പേര് ചോദിച്ചതിന് എന്തിനെ ഇത്ര ദേഷ്യപ്പെടുന്നതാണ്. അപ്പോൾ എനിക്ക് പോയി ചോദിക്കണമുണ്ട്. അതിൻ്റെ ചായക്കടക്കാരൻ എന്നെ വിലക്കുകയാണ്, നമ്മളുമായിട്ടുള്ള സൗഹൃദമുള്ള ആളാണ്. ഞാൻ തിരിച്ച് ഞാൻ നോക്കിയപ്പോൾ അവിടെ ആശ്രമത്തിൻ്റെ വെളിയിൽ ഒരു കട്ടിലിങ്ങനെ ഇരിപ്പുണ്ട്. അത് വളരെ ദേഷ്യപ്പെട്ട് തന്നെ ഇരിക്കുന്നത്. അത് ഞാൻ തിരിച്ച് ഞാൻ താമസിച്ച സ്ഥലത്ത് പോയി. പിന്നെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള മലയാളികൾ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഈ ആശ്രമത്തിലൊരു സന്യാസി വന്നിട്ടുണ്ട്, മലയാളി സന്യാസി വന്നിട്ടുണ്ട്. അവർ പോയ കൂട്ടത്തിൽ എന്നെ വിളിച്ചോണ്ട് പോയി. അങ്ങനെയാണ് ആദ്യമായിട്ട് പോയി. അന്നേരം ഈ ആശ്രമത്തിന് വെളിയിലൊരു കട്ടിലിൽ പുള്ളി ഇരിക്കുക. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് കൂട്ടത്തിൽ ഞാൻ ഈ കാര്യം ചായക്കടക്കാരൻ പറഞ്ഞ കാര്യം ചോദിച്ചു. ഇങ്ങനെ ചായക്കടക്കാരൻ പറഞ്ഞല്ലോ പേര് ചോദിച്ചെനിങ്ങനെ ചൂടായെന്നും ഇങ്ങനെ ആൾക്കാരെ വരട്ടിയ കാര്യമൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞ ഇവറ്റകളൊക്കെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തിയാലേ പറ്റത്തുള്ളൂ. അത്രയും കുറച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം പോവുകയും ചെയ്തു.
കാരണം ഇതിൻ്റെ നമുക്ക് തൃപ്തികരമായിട്ടൊരു മറുപടി അല്ല പുള്ളിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. ഒരു പേര് ചോദിച്ചാൽ അന്ന് ആ സംസാരിക്കുന്ന സമയത്ത് താങ്കൾക്ക് സുകുമാരക്കുറുപ്പാണെന്നൊരു സംശയം തോന്നിയിരുന്നോ? മുഖസാമ്യം അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ? അതിലേക്കാണ് വരുന്നത് ഞാൻ. പിന്നെ 1-2 ദിവസം ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി. അതിന് ശേഷം ഈ സന്യാസി ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു, സംസാരിച്ചു. എന്നിട്ട് ഞാൻ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അന്നേരം പറഞ്ഞു ഞാൻ സന്യാസി ആയതുകൊണ്ട് പേരും കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ കുറേ നേരം സംസാരിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു ആശ്രമത്തിലേക്ക് വരണം. അങ്ങനെ ഞാൻ വൈകിട്ട് ആശ്രമത്തിലേക്ക് പോയി. ആശ്രമത്തിൽ പോയപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി തുറന്നിട്ട് അദ്ദേഹം ഒരു ലെറ്റർ എടുത്ത് എന്നെ കാണിച്ചു. ആ ലെറ്റർ ഒരു നാഗപ്പൂരിലുള്ള ഒരു മലയാളി അസോസിയേഷൻ കൊടുത്താണ്. അങ്ങനെ അവിടെ ഈ സന്യാസി അവിടെ ഉണ്ടായിരുന്നെന്നും അതിൽ 10 ദിവസമൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹം അവിടുത്തെ യോഗങ്ങളിലൊക്കെ പങ്കെടുത്ത് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞൊരു കത്താണ്. ആ കത്തിലുണ്ടായിരുന്ന നമ്പറിൽ, പ്രസിഡൻ്റ് നമ്പറിൽ ഇദ്ദേഹം എൻ്റെ ഫോണിൽ നിന്നാണോ ആശ്രമത്തിലെ ഫോണിൽ നിന്ന് വിളിക്കുകയും ചെയ്തു. അത് വിളിച്ച് സംസാരിക്കുകയും അതിന് അവിടെയും തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ പോയിരിക്കുന്നത്. അവിടുന്ന് കേട്ട സംസാരത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞത്. ചോദിച്ചത് സ്വാമി വരാമെന്ന് പറഞ്ഞിട്ട് എന്താ വന്നില്ലല്ലോ. അങ്ങനെ അവിടുത്തെ പിള്ളേർക്ക് എന്തോ +2 അങ്ങോട്ട് പഠിക്കുന്ന പിള്ളേർ അതിന് നല്ല മാർക്ക് കിട്ടി. അത് സന്യാസി പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ പിള്ളേർക്ക് നല്ല മാർക്ക് കിട്ടും. അങ്ങനെയൊക്കെ ഈ സംസാരത്തിൽ നിന്ന് ഞാൻ കേട്ടായിരുന്നു. അങ്ങനെ അത്ര സംഭവങ്ങൾ നടന്നു. പിന്നെ കുറച്ച് എന്നെ അവിടെ പരിചയപ്പെടുത്തി ആശ്രമത്തിൽ മറ്റ് സന്യാസിമാർക്ക്. എൻ്റെ നമ്മുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വലിയ ലോഹ്യമായി. അങ്ങനെ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കാരണം ഇദ്ദേഹത്തിന് നമ്മൾ ഈ പേരും കാര്യങ്ങളും ചോദിക്കുമ്പോൾ പറയുന്നില്ല. അന്നേരം ഇദ്ദേഹം എന്നോട് മാത്രമേ ഉള്ളൂ കുറച്ച് സൗമ്യമായിട്ടൊക്കെ പെരുമാറിയത്. അദ്ദേഹം കേരളത്തിൽ ഒരാശ്രമത്തിൽ താമസിച്ചാരും പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് ലാംഗ്വേജ് സംസ്കൃതം, തമിഴ്, അതുപോലെ തന്നെ നമ്മുടെ മലയാളം ഇതൊക്കെ നല്ല പാണ്ഡിത്യമുള്ള രീതിയിൽ നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്. അന്നേരം ഇദ്ദേഹം തമിഴ്നാട് ഭാഗത്തൊക്കെ ഒരുപാട് ആശ്രമങ്ങളിലൊക്കെ ജീവിച്ചായിട്ട് പറയുന്നു. അപ്പം ഇദ്ദേഹത്തിന് ഞാൻ പല രീതിയിലും അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ. അദ്ദേഹം വൈകിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ മദ്യപിച്ചിട്ടൊക്കെയാണ് വരുന്നത് ഈ സന്യാസി. അതിന് പറയുന്ന ഒരു പൂജ ഉണ്ടായിരുന്നു. ആ പൂജയ്ക്ക് പോയ അങ്ങനെ എൻ്റെ ഭാഗമായിട്ട് മദ്യപിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അതിന് കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കുക. ഇങ്ങനെ ശ്ലോകങ്ങൾ, സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ഒരുപാട് നേരം ഇങ്ങനെ ചൊല്ലും. അതുപോലെ തമിഴൊക്കെ നല്ല ഫ്ലുവൻ്റായിട്ടാണ് പറയുന്നത് ഈ ശ്ലോകങ്ങളൊക്കെ. അതുപോലെ മലയാളമാണെങ്കിൽ മലയാളത്തിൻ്റെ ഒരുപാട് ശ്ലോകങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത്. നല്ല പാണ്ഡിത്യമുള്ള ആളോട്ട് തന്നെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. നമുക്ക് തന്നെ അദ്ദേഹത്തോട് ഒരു ആദരവ് തോന്നും. അത്രയും നല്ല രീതിയിലാണ് അത് ഇതൊക്കെ കൈകാര്യം. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ പോകുന്ന വഴിക്കല്ല എൻ്റെ കൂടെ വരും. ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ മലയാളികളുടെ വീടുകളിൽ പോകും. അവരോട്ടൊക്കെ സംസാരിക്കും, അവിടെ നിന്നൊക്കെ ആഹാരം കഴിക്കും. അങ്ങനെ 1 മാസക്കാലത്തോളം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്നേരം ഇദ്ദേഹം ആദ്യമൊക്കെ ചെറിയ ദേഷ്യപ്പെടുന്ന സ്വഭാവം പ്രധാനമായിട്ട് കാണുന്നത്. ആരോടും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് അദ്ദേഹം സമ്മതിക്കത്തില്ല. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അറബി പറയാറുണ്ട്. അതിനെ ഞാൻ ചോദിച്ചായിരുന്നു എങ്ങനെ അറബി പഠിച്ചതെന്ന്. അതിനും പറഞ്ഞ് ഗൾഫിലായിരുന്നു. അന്നേരം എൻ്റെ ഏതൊരു വണ്ടി അപകടത്തിൽ പുള്ളിയുടെ ഫാമിലിയെല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ആ നിരാശയിൽ ഇങ്ങനെ സന്യാസിയായിട്ട് നടക്കാമെന്നാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം 1 മാസം ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തു. അന്നേരം ഇദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളല്ല. കുറച്ച് നാൾ ഇവിടെ താമസിക്കും, എന്നിട്ട് അവിടുന്ന് പിന്നെയും പോകും. ഇങ്ങനെ മാറി സഞ്ചരിക്കുന്ന ആളാണ്. എല്ലാ ദിവസവും എൻ്റെ അടുത്ത് പറയും ഇവിടുത്തെ താമസം ശരിയാകുന്നില്ല, ഇവിടുത്തെ സന്യാസിമാരൊന്നും ശരിയല്ല, ഇവർ ഈ പത്രവും ടി വിയൊക്കെ വായിക്കുന്നു, സന്യാസിയായി കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഇതിനെയൊക്കെ ഈ പത്രം വായിക്കുന്നതിന് ടി വി കാണുന്നതിനെയൊക്കെ പുള്ളി എതിർക്കുന്നത്. ഇതെല്ലാം സന്യാസവുമായിട്ട് കണക്ട് ചെയ്താൽ പുള്ളി സംസാരിക്കുന്നു. കാരണം അങ്ങനെ കുറേ അങ്ങനെ എല്ലാ ദിവസവും നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കാണാറുണ്ട്. അങ്ങനെ ഒരു ദിവസം പുള്ളി ഒരു 9-10 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ ബാംഗ്ലൂർ വരെ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം, ഒരു ബാഗ് തരണം, അതിന് ഞാൻ ഒരാഴ്ചയും തിരിച്ചു വരും, ഞാൻ എല്ലാ സാധനവും കൊണ്ടുപോകുന്നില്ല, അത്യാവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നുള്ളൂ. അങ്ങനെ ഞാൻ ബാഗും കൊടുത്തു. അദ്ദേഹം പോവുകയും ചെയ്തു. പിന്നെ വൈകിട്ട് ആശ്രമം ചെയ്തപ്പം പറഞ്ഞ ഈ സന്യാസി പോയ കാര്യം അവിടുത്തെ മറ്റ് സന്യാസിമാർ പറയുകയും ചെയ്തു. അവിടുത്തെ പുള്ളിയുടെ ബാഗ് അവിടെ വെച്ചിട്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളി 1 മാസമായിട്ടും കണ്ടില്ല. പക്ഷേ പുള്ളി ബാംഗ്ലൂർ സൈഡിലോട്ടല്ല പോയത്, ഈ രാജസ്ഥാൻ ഭാഗത്തോട്ടാണ് പോയതെന്നുള്ള വിവരം എനിക്ക് അവിടെ വേറെ മലയാളികൾ വഴി കിട്ടിയാണ്. സന്യാസിമാരല്ലേ, അതിന് അവർക്ക് അങ്ങനെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇവരിങ്ങനെ പോകും എന്ന് നമ്മൾ കരുതി. നമുക്ക് അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അതിന് പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഒരു 80 കിലോമീറ്റർ ദൂരെ നമ്മളൊരു സുഹൃത്തിൻ്റെ അടുത്ത് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കും, റോഡ് സൈഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈക്കിൻ്റെ പറയിൽ ഇദ്ദേഹം പോകും. പെട്ടെന്ന് എൻ്റെ മുഖത്തോട്ടാണ് പുള്ളി നോക്കിയത്. മുഖത്തോട്ട് നോക്കിയപ്പോൾ പുള്ളി
ഞാൻ കണ്ടെന്ന് പറഞ്ഞ് വിചാരിച്ചു പെട്ടെന്ന് പുള്ളി മോൻ വെട്ടിച്ചു. അന്നേരം ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ മോൻ വെട്ടിച്ച് കണ്ടപ്പോൾ ശ്രദ്ധിച്ചു. അന്നേരം ഇവിടെ ധരിച്ചിരുന്ന ഡ്രസ്സല്ല, ഇവിടെ കാഷായ വസ്ത്രം ധരിച്ചിരുന്നെങ്കിൽ അവിടെ വെള്ള വസ്ത്രം. അതിന് പക്ഷേ ഇത് മാറ്റിയിട്ടുണ്ട്, വസ്ത്രത്തിൻ്റെ രീതി മാറ്റിയിട്ടുണ്ട്. ഞാൻ കൊടുത്ത ബാഗ് പുള്ളിയുടെ തോളിൽ കിടപ്പുണ്ട്. ഞാൻ വിചാരിക്കുകയും ചെയ്തു നമ്മളൊക്കെ ഇത്രയും സൗഹൃദമായിട്ടൊക്കെ ഇരുന്നിട്ട് എന്താ ഇങ്ങനെ കാണിക്കുന്നത്, വേറെ മറ്റു ഇഷ്യൂസ് ഒന്നുമില്ല, എന്തൊരു സാധ്യതയായിട്ടുള്ള ഇടപാടുകളിൽ ഒന്നുമില്ല. ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ആശ്രമത്തിലോട്ട് വല്ലതും പോയതായിരിക്കും. അങ്ങനെ ആശ്രമത്തിൽ വന്ന് തിരക്കിയപ്പോൾ അവിടെയും വന്നിട്ടില്ല. അന്നേരം അവിടെ ഒരു പുള്ളിയുടെ ബാഗ് ഇരിപ്പുണ്ട്. അന്നേരം ബാഗ് നമ്മളൊന്ന് അവിടെ സന്യാസിമാരോട് സംസാരിച്ചപ്പം അവർ പറയും ഒരു ആശ്രമത്തിൽ കുറേ നിയമങ്ങളുണ്ട്, ഒരാൾ വെച്ചിട്ട് പോയ സാധനങ്ങൾ അങ്ങനെ പരിശോധിക്കുന്ന ഒരു രീതിയില്ല. അന്നേരം അതങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ നാട്ടിൽ അന്നേരം പിന്നെ അങ്ങനെ പോയി. പിന്നെ അതിനെക്കുറിച്ച് പുള്ളിയെക്കുറിച്ച് വിവരമൊന്നുമില്ല. പിന്നെ ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് അന്ന് ഈ സുകുമാരക്കുറുപ്പിനെ ഇവിടെ കണ്ടെന്ന് പറഞ്ഞ് പത്രത്തിലൊക്കെ ഒരു വാർത്ത വന്നത്. അന്നേരമാണ് പെട്ടെന്ന് അന്നേരം നമ്മുടെ പത്രത്തിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ സുകുമാരക്കുറുപ്പിൻ്റെ ഫോട്ടോ, ഈ പോലീസ് പുറത്ത് വിടുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ലുക്കൗട്ട് നോട്ടീസ്, അതിങ്ങനെ പത്രത്തിൽ കണ്ടപ്പോൾ പെട്ടെന്ന് അവിടെ കണ്ട ആളുടെ ഒരു ഷേപ്പ് ആ ഫോട്ടോയിൽ നമുക്ക് കിട്ടി. അതിനും അദ്ദേഹം തന്നെയാണെന്നുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കത് ബോധ്യപ്പെട്ടു. അത് അത്ര സാമ്യം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ തിരിച്ചു പോയപ്പോൾ അത് എനിക്ക് മാത്രം തോന്നിയാണോ എന്ന് ഞാൻ ഇത് അന്നേരം ഒന്നും പോലീസിനെ അടിച്ചില്ല. ഞാൻ തിരിച്ച് അവിടെ ജോലി സ്ഥലത്ത് പോയപ്പോൾ അവിടെ ആശ്രമത്തിലുള്ള സന്യാസിമാരെ കാണിച്ചു. അതിന് അവരോടൊന്നും പറഞ്ഞില്ല, കാര്യമൊന്നും പറഞ്ഞില്ല. പേപ്പർ ഇങ്ങനെ കാണിച്ച് ഇയാളിനെ പരിചയമുണ്ടോ, ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ മലയാളി സന്യാസിയാണെന്നല്ലോ, പുള്ളിയുടെ ഫോട്ടോ അങ്ങനെ പേപ്പറിൽ വന്നേ. ഞാൻ കാര്യമൊക്കെ പറഞ്ഞു മനസ്സിലായി. അങ്ങനെ അവരും പറഞ്ഞു അവർക്ക് സംശയം ഉണ്ടായിരുന്നു, അവിടുത്തെ ടി വിയൊക്കെ പുള്ളി കേടാക്കി വയ്ക്കുന്നതായിട്ടും അവിടെ പത്രമൊക്കെ വായിക്കുന്ന പുള്ളി എതിർക്കുന്നതായിട്ടും അങ്ങനെ അവർക്കും സംശയമുണ്ട്. അതായത് പുള്ളി സന്യാസി പുള്ളി രീതിയൊന്നും ആയിരുന്നില്ല, ഒരുപാട് വിഷയമുള്ള ഒരാളായിട്ടാണ് അവർ പറഞ്ഞത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. മറ്റു ആളുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. താങ്കൾ താങ്കളുടെ അനുഭവമാണ് പറയുന്നത്, ഇടപെടുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. ശ്രീ ജോർജ് ജോസഫ്, ഈ സുകുമാരക്കുറുപ്പിന്റെ ഈ കേസ് ഫയൽ ക്ലോസ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് താങ്കൾ. ഇന്നിപ്പോൾ വീണ്ടും ആ കേസ് ഫയലിനൊക്കെ ജീവൻ വെക്കുകയാണ്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇനിയും റീ ഓപ്പൺ ചെയ്യാനുണ്ട് ആ കേസെന്ന്? റീ ഓപ്പൺ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. ആ കേസ് ഡയറിയിൽ ഈ സംഭവം നടക്കുമ്പം ഞാൻ ഇൻസ്പെക്ടറായിരുന്നു. ആ കാലഘട്ടത്തിൽ ചെങ്ങന്നൂർ DYSP ആയിരുന്ന ഹരിദാസ് സാറ്, എൻ്റെ SP MP ബാലകൃഷ്ണൻ, ഞാനന്ന് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറാണ്. തുടക്കം മുതൽ ഞാൻ ആ കേസിൻ്റെ അന്വേഷണത്തിലുണ്ട്. അതിനുശേഷം 1987 ആ കേസിൻ്റെ കുറ്റച്ചാർജ് കൊടുക്കുകയും ചെയ്തു. അതിനകത്ത് ഷാഹു എന്ന് പറഞ്ഞ ആൾ മാപ്പ് സാക്ഷിയായി പോവുകയും ചെയ്തു. ഈ കേസിനെ സംബന്ധിക്കുന്ന ഒരു വിവരം ഞങ്ങൾക്ക് പല തെറ്റായ ധാരാളം പേര് ഇന്നയാൾ വൈരാഗ്യമുള്ളവരാരായാലും ശരി കുറുപ്പാണെന്ന് പറഞ്ഞിടും, ധാരാളം പറ്റിപ്പോയി പോലീസിന്, ലോക്കൽ പോലീസിന്, ക്രൈംബ്രാഞ്ചിനൊക്കെ. അതേ സമയത്ത് ഞാൻ ഇൻസ്പെക്ടറായിരുന്ന കാലഘട്ടം കഴിഞ്ഞ് ഞാൻ അവിടെ വിട്ടു, അന്വേഷണം എങ്ങും എത്തിയില്ല. പിന്നീട് ഞാൻ DYSP ആയി കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ തന്നെ ഞാൻ പോയി. അവിടെ വെച്ച് വീണ്ടും സുകുമാരക്കുറുപ്പിൻ്റെ കേസ് അന്വേഷിക്കുമ്പോഴാണ് സുകുമാരക്കുറിപ്പിൻ്റെ ചില ഫൈൻഡിങ്ങുകൾ, ചില വസ്തുതകൾ ഞങ്ങൾ കണ്ടത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആൾക്കാർ ഏത് തരത്തിലുള്ള DGP മുതൽ താഴെ റാങ്കിലുള്ളവരൊക്കെ എന്ത് കഥ പറഞ്ഞാലും ശരി, അതൊന്നും എന്നെക്കൊണ്ട് വിശ്വസിക്കാനും കഴിയത്തില്ല. ആൾ മരിച്ചു പോയി എന്ന് ഞാൻ കൃത്യമായി അതിനകത്ത് എഴുതിയിട്ടുണ്ട് എൻ്റെ കേസ് ഡയറിയിൽ. അവിടെ രക്തമേ ഇപ്പം പലരും കാണുന്നത്, അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അത് പറഞ്ഞുതരാം. അത് ജോഷി എന്ന പേരിൽ ഇവർ ഈ സന്യാസിയായിട്ട് ഇയാളൊന്നും നടക്കുമല്ല. ഇയാൾ കാഷായ വസ്ത്രധാരം ധരിച്ചു. ഇയാൾ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതെന്ന് ഫ്രോഡ് കാണിച്ചിട്ടാണ്. അങ്ങനെ അവിടുന്ന് മുങ്ങി സ്ഥലം വിട്ട ആളാണ്. അതിനുശേഷം ഇയാൾ ബോംബെയിൽ വന്ന് ഇയാളൊരു ബോംബെയിൽ ഒരു ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ നല്ല സാമ്പത്തികമുള്ളവരാണ് ഇവരെ ഈ കുറുപ്പ് ഫാമിലികളെല്ലാം. ബോംബെയിലെ ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് സമയത്ത് അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ വരുന്നത്. അവിടെ വെച്ച് പരിചയപ്പെട്ടു. അതിനുശേഷം അന്നേരം ഇയാൾ പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വന്നു. ഇയാൾ വിചാരിച്ചു ഗൾഫിൽ പോകാൻ മാർക്ക്, അന്നത്തെ കാലത്തൊക്കെ വലിയ പാടാണ്. അങ്ങനെയാണ് ആ സ്ത്രീയെ ഇയാൾ കല്യാണം കഴിച്ചു. ബോംബെ വെച്ച് ഇയാളൊരു പാസ്പോർട്ട് എടുത്തു. 1946 എന്നാണ് പാസ്പോർട്ടിൽ കിടക്കുന്നത്. അപ്പോൾ അത് വെച്ച് ഇപ്പം 80 വയസ്സ് വരും. അന്ന് പാസ്പോർട്ട് എടുത്ത് ഇയാൾ പട്ടാളത്തിൽ നിന്ന് വന്നിട്ട് 4 വയസ്സ് കൂട്ടി വെച്ച് ചെറുപ്പക്കാരനാകാൻ വേണ്ടി. അപ്പോൾ 4 വയസ്സ് 1942 ആയിരിക്കും എന്നാണ് എൻ്റെ കണക്കൂട്ട്. അപ്പോൾ 84 വയസ്സ് വരും. ഇയാൾ സിവിയർ ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് മരണപ്പെട്ടത്.
അതിൻ്റെ കാരണം ഇയാൾ പല ഇപ്പം നമ്മൾ കാണുന്ന രത്നമ്മ അവിടെ ബീഹാറിൽ ഇയാൾ അവസാനമായിട്ട് കാണുന്നത് അവിടെ റൂപ് നാരായൺപൂർ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലാണ്. അവിടെ ICUവിനകത്ത് കിടന്നതാണ്. ഈ കുട്ടി ICUവിനകത്ത് പോയാണ് കണ്ടത്. അന്ന് ഈ കുട്ടി +2 കഴിഞ്ഞ നേഴ്സിങ്ങിന് എന്തോ പഠിക്കുന്ന സമയത്താണ്. ഇപ്പോൾ അവർ നല്ല പ്രായമായി. അവിടെ വെച്ച് കാണുമ്പം അവർ സംസാരിച്ച്, അവർ നാട്ടുകാരനാണ്. ഇയാളുടെ കഴുത്തിൻ്റെ പിന്നിൽ മാറുകൊണ്ട് അത് ശേഷം ഞാൻ ക്രൈംബ്രാഞ്ചിൽ വരുമ്പം ഒരു മുറി നിറയെ മലയാളികൾ എഴുതിയ അന്ന് ടെലഗ്രാമും അന്ന് എഴുതിയ ലെറ്ററും കവറും അങ്ങനെ മല പോലെ കിടക്കുകയാണ്. ഒത്തിരി കേരള പോലീസ് അന്വേഷിച്ച് എല്ലാവരും പറ്റിക്കുകയാണ്. കാരണം ഓരോരുത്തരും ഊഹം വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ അത് ഇയാൾ കുറുപ്പെന്ന് പറഞ്ഞാൽ പോലീസ് അവിടെ പാഞ്ഞെത്തും. എല്ലാവരും മടുത്ത്. അത് ഞാൻ വന്ന് DYSP വന്ന ശേഷം ആ മുറിയിലെ മുഴുവൻ സാധനങ്ങൾ സോർട്ട് ചെയ്തിട്ട് 2-3 എണ്ണം എടുത്ത് മാറ്റി വെച്ചു. ഇപ്പം ഈ രത്നമ്മയെ കാണാനായിട്ട് പോയി. അവിടെ രത്നമ്മയെ കണ്ടു. അവരാണ് അത് അവസാനമായി ഇയാൾക്ക് ജോഷി എന്ന പേരിലാണ്. അപ്പോൾ ആ ജോഷി എന്ന പേരിൽ ഇയാൾ അവസാന നിമിഷത്തിലാണ് ആ ICUവിന് വെളിയിൽ വന്ന ശേഷം ഇയാൾ അവിടുന്ന് ചാടിപ്പോയി. പിന്നെ അതോടെ മരിച്ചു എന്നാണ്. കാരണം 24 മണിക്കൂർ കൂടുതൽ സർവേ ചെയ്യില്ലെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞാണ്. അതിന് മുമ്പ് മുതൽ മധ്യപ്രദേശ്, ബീഹാർ, ഒറീസ, ബംഗാൾ ഈ 4 സ്ഥലങ്ങളിൽ ഇയാൾ പൂന മുതൽ ഞങ്ങൾ ചെക്ക് ചെയ്തു. അപ്പം പൂനെയിൽ ഇയാൾ വന്ന ശേഷം അവിടെ മല്ലിക ജോഷി എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. അവരുടെ അസിസ്റ്റൻ്റ്. അയാൾ പട്ടാളത്തിൽ നിന്ന് മെഡിക്കൽ കോറിലായതുകൊണ്ട് അവരുടെ അസിസ്റ്റൻ്റായിട്ട് അവിടെ വന്ന് ചേർന്ന് ജോലി ചെയ്ത് അവർ പിന്നെ മരിച്ചുപോയി. ഞങ്ങൾ അവരെ കാണാൻ ശ്രമിച്ചപ്പോൾ അവർ മരിച്ചുപോയിരിക്കുന്നു. ആ ജോഷി എന്നുള്ള പേര് ഇയാൾ പൂന എന്ന് ശേഖരിച്ച് വെച്ചിട്ടാണ് എല്ലാ സാധനം. ഇയാൾ ട്രെയിനിലാണ് യാത്ര. കാരണം ഒരു വരുമാനമില്ല, 5 പൈസയില്ല. പോലീസ് പിന്നെ കാഷായ വസ്ത്രം ധരിച്ച് താടി മുടിയൊക്കെ നീട്ടി സാമി പോലെ. ഇയാളൊരു സാമിയല്ല. ഇയാൾക്ക് കുറച്ച് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, അറബി അറിയായിരിക്കാം. 10-14 ഭാഷ എന്നൊക്കെ ചുമ്മാ എക്സാജറേഷനാണ്. അതിനുശേഷം ഇയാളെ 12ഓളം ഹോസ്പിറ്റലിൽ ജോഷി എന്ന പേരിൽ ICU കിടന്നിട്ടുണ്ട്. ആ ഡോക്ടർമാരെ ഞങ്ങൾ ഈ ഫോട്ടോ കൊണ്ട് കാണിച്ചു. അതിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞൊരു DYSP എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന്. അദ്ദേഹമാണ് ഈ മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിൽ പോയി 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടുണ്ട്. ഈ ജോഷിയുടെ ട്രാക്ക് ഞങ്ങൾ നോക്കി. ലാസ്റ്റ് രത്നമ്മ കണ്ട അവിടെ കൊണ്ട് ശേഷം അന്നത്തെ ആ ഡോക്ടർ പറഞ്ഞ് 24 മണിക്കൂർ കൂടുതൽ അയാൾ ഇനി അവിടെ കിടക്കില്ല, അയാൾ ജീവിച്ചിരിക്കില്ല. അവിടെ ആ സ്ഥലത്ത് ഇവിടുന്ന് ഒരു SIയും ഒരു ASIയും ഈ DYSP അവിടെ പോയി. അന്നത്തെ ഡോക്ടർമാരെല്ലാം കണ്ടു, ഫോട്ടോ കണ്ടു. ഇത് തന്നെ ആൾ തിരിച്ചറിഞ്ഞു. അവർ ഇയാൾ ലാസ്റ്റ് മിനിറ്റിൽ ഇയാൾ കാണുന്ന സമയത്ത് ICUന്ന് ഇയാൾ മലയാളിയാണെന്ന് സംശയം, അല്ലെങ്കിൽ ഏതെങ്കിലും നേഴ്സുമാരെല്ലായിടത്തും ഇന്ത്യയിൽ മലയാളികളുണ്ടല്ലോ, സംശയം തോന്നിയാൽ ICUന്ന് അന്നേരം ഇറങ്ങും. സിവിയർ അറ്റാക്കാണ്. 3-4 പ്രാവശ്യം ഇയാളുടെ ഹാർട്ട് ഓപ്പറേഷൻ ഫ്രീ ആയിട്ട് ചെയ്യാം. ഇയാൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഓരോ സ്റ്റേറ്റിലെയും ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ട്രെയിൻ ചെയ്യുന്ന സ്ഥലത്ത് മാത്രം ഇയാൾ ഇറങ്ങും. അവിടുത്തെ ഹോസ്പിറ്റലിൽ കയറും. ഇയാൾ ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഇയാളുടെ മെഡിക്കൽ ഹിസ്റ്ററി ഷീറ്റ് അവിടുന്ന് ഇയാൾ മോഷ്ടിച്ചുകൊണ്ട് അവിടുന്ന് സ്ഥലം വിടും. കാരണം വേറൊരിടത്ത് നിന്ന് ഇയാൾക്ക് എന്നെ അസുഖമെന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഹിസ്റ്ററി ഷീറ്റ് കാണിക്കും. അവരെല്ലാവരും ഇയാളെ ഹാർട്ട് ഓപ്പറേഷന് സജസ്റ്റ് ചെയ്തിട്ട് ഇയാൾ ചെയ്യില്ല, ഇയാളെ പിടിക്കപ്പെടുമെന്ന് ഇയാൾക്കറിയാം. അതിനുശേഷം അവസാനം കണ്ട ഡോക്ടർ ഇയാളെ തിരിച്ചറിഞ്ഞു. ആ 24 മണിക്കൂർ ഇനി സർവേ ചെയ്യില്ല. അത് 12ാമത്തെ ഹോസ്പിറ്റൽ കണ്ടാണ് ഞങ്ങൾ ചെയ്യിക്കുന്നത്. അത് ബീഹാറിനും ബംഗാളിനും ഇടയ്ക്കുള്ള റൂപ് നാരായൺപൂർ എന്ന ഹോസ്പിറ്റലാണ് ലാസ്റ്റ്. അതിനുശേഷം 24 hours കൂടി വിചാരിച്ചിരിക്കുക റോഡിൽ കിടന്നത്. അത് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടം വെച്ചൊന്നും നമ്മളിത് ആലോചിക്കരുത്. കാരണം അന്ന് ബീഹാർ, ഒറീസ ഇവിടെയൊക്കെ പോയാൽ ഒരു പോലീസ് സ്റ്റേഷൻ നിന്ന് അടുത്ത പോലീസ് സ്റ്റേഷൻ 100 മൈൽ അന്നത്തെ കാലത്ത് അകലെ വളരെ വിജനമായ സ്ഥലങ്ങളൊക്കെയാണ്. അവിടെ ഇവിടെ ചില കുഗ്രാമങ്ങളൊക്കെ ഉള്ളൂ. അവിടെ ചെറിയ ചെറിയ പട്ടണങ്ങളിൽ മിക്കവാറും റോഡിൽ കടത്തിണ്ണെ കിടന്ന് 5, 6, 8 പേര് മരിക്കുന്നു. കേരളത്തിലൊക്കെ പണ്ടുണ്ടായിരുന്നു അത്, കടത്തിണ്ണെ കിടന്ന് മരിക്കുന്നത്. അത് മുഴുവൻ കാളവണ്ടിയിൽ എടുത്തിട്ട്, ചിലപ്പോൾ കുതിരവണ്ടിയിൽ എടുത്തിട്ട് ആ ഡെഡ് ബോഡി കൊണ്ടേ അവരൊക്കെ ദഹിപ്പിക്കുക. അതൊന്നും ആരും സിസ്റ്റമാറ്റിക്കായിട്ട് ഇന്നുമില്ല. പല സ്ഥലത്തും രാജസ്ഥാനിലും മധ്യപ്രദേശത്തും പല സ്ഥലങ്ങളിൽ ഇന്നും പോയാൽ അങ്ങനെയൊക്കെ അവസ്ഥ. കുഗ്രാമത്തിൽ പോയ അവസ്ഥ അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇയാളെ ലാസ്റ്റ് കഴിഞ്ഞാൽ അയാളെ അതുപോലെ കൊണ്ട് അടക്കിയിട്ടുണ്ടാവും. പക്ഷേ ആ സ്ഥലത്ത് നമ്മുടെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോയി കൃത്യമായിട്ട് ആ ഡോക്ടറെ കണ്ട് അയാളെ അടിച്ച് പോയി 12ഓളം ഹോസ്പിറ്റലിൽ പോയി എല്ലാ ഡോക്ടർമാരെ ഇയാളെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇയാൾക്ക് ഹാർട്ട് ഓപ്പറേഷന് സജസ്റ്റ് ചെയ്തിട്ട് ഇയാളെ ICU കിടത്തിയതാണ്. കാരണം ഈ ജില്ലാ ആശുപത്രികളിൽ പോയാൽ അവിടെ മിക്കവാറും ഹാർട്ടിൻ്റെ എക്സ്പെർട്ട് ഉണ്ടാവും. അങ്ങനെ അതുകൊണ്ടാണ് ഇയാൾ ജില്ലാ ഹോസ്പിറ്റലിൽ ഈ ട്രെയിനിൽ കയറി അവിടെ ഇറങ്ങുള്ളൂ. അവിടെ പോയാൽ പാലും മുട്ടയും ഫ്രീ ആയിട്ട് കിട്ടും ഇയാൾക്ക്. ഇത് 5 പൈസ ഇല്ല, ആരോട് ഇൻട്രാക്ട് ചെയ്യില്ല ഇയാൾ.
അങ്ങനെയാണ് നമ്മൾ പലരും ഹോസ്പിറ്റലിൽ ചെന്ന് വരും. ഈ കുട്ടി ഈ രക്തമ്മയുടെ സംശയം തോന്നിയിട്ടാണ്, രക്തമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പോൾ രക്തമ്മ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആൾക്കാർ 100,000 കഥകൾ പൊക്കി വിടുന്നു. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ അന്വേഷിച്ചാൽ ഈസ് നോ മോർ. ഒരു കാര്യം പറയാം, പലർക്കും അറിയാത്തൊരു കാര്യം, അതിപ്പം വെളിയിലോട്ട് വരുന്നുണ്ട്. 12 വർഷമാണ് ഇവരുടെ വീടിനടുത്ത് രഹസ്യമായിട്ട് ഞാനും SP DYSP ഉൾപ്പെടെയുള്ളവർ അന്ന് 2 പോലീസുകാരെ 12 വർഷത്തോളം, 8 വർഷമല്ല 12 വർഷം കിടന്നിട്ടുണ്ട് അവിടെ. അവരെ വാച്ച് ചെയ്യാൻ ആ വീട്ടിൽ സുമാരക്കുറിപ്പ് വരുന്നുണ്ടോ അങ്ങനെയും കൂടെ പരിശീലിച്ചാണ്. അതുകൊണ്ട് ഇപ്പം പറയുന്ന കഥയ്ക്കൊന്നും ഒരു സപ്പോർട്ടും പോലും നമ്മൾ കൊടുക്കില്ല. കാരണം അവിടെ വെട്ടിച്ചവരെ പോലീസുകാരെ ഇടയ്ക്ക് മാറ്റി. എന്നാൽ ആ പോലീസുകാരെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, 2 പേര് കഷ്ടപ്പെട്ടു. അവിടെ മിക്കവാറും അവർ തന്നെയാണ് വാച്ച് ചെയ്യുന്നത്. വേറെ 2 പേരെ ഇടയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആർക്കും അറിയാത്തൊരു രഹസ്യമാണ്. അന്ന് DGPയും ആഭ്യന്തരമന്ത്രിയും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങളെടുത്തൊരു തീരുമാനത്തിൽ വാച്ച് ചെയ്യാൻ ആളിട്ടു. കാരണം രാഷ്ട്രീയപരമായിട്ട് കുറിപ്പിന് കുറേ സ്വാധീനമുണ്ട്. അപ്പോൾ സുകുമാരക്കുറിപ്പല്ല, ഗോപാലകൃഷ്ണക്കുറിപ്പ് എന്നാണ് അയാളുടെ പേര്. ഇയാളുടെ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ടിന് 1946 എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 വർഷം കുറച്ചാണ് ഞാൻ കണക്കൂട്ടുന്നത്. ഇപ്പോൾ ഉണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 84 വയസ്സ് വരും. മറ്റുള്ളവരൊന്നും പിന്നെ മറ്റുള്ള കഥകളൊക്കെ ഇപ്പോഴും പോവും. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, 300 വർഷം കഴിഞ്ഞാലും അന്നും മലയാളികൾ സുകുമാരക്കുറിപ്പിനെ തപ്പി നടക്കും എന്നാണ് ഞാൻ പല സ്ഥലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം സുകുമാരക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ പെഹേളിയെ നമുക്ക് വിസ്മരിക്കാൻ കഴിയത്തില്ല. അതങ്ങനെ മലയാളിയുടെ മനസ്സിൽ നിൽക്കും. മലയാളികളോടത്തോളം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ചർച്ചയിലേക്ക് തിരികെ സ്വാഗതം. നമ്മൾ അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് നേരത്തെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ രത്നമ്മയുടെ പ്രതികരണം, അവരാണ് ഏറ്റവും അവസാനം കണ്ടത്, അങ്ങനെയാണ് കേരള പോലീസ് അവിടേക്ക് എത്തുന്നത്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. അദ്ദേഹം പറഞ്ഞ ഇത് കേട്ടിട്ടാണ് നമ്മൾ ഇന്ന ആളാന്ന് പറയുന്നില്ല, ജോഷി എന്ന പേരിലാണ് അവിടെ അഡ്മിറ്റായത്. അത് 1988 ഞാനന്ന് അവിടെ സ്റ്റുഡൻ്റായിട്ട് പഠിക്കുന്ന സമയമാണ്. ആ സമയത്ത് സീനിയർ ജാർഖണ്ഡിലെ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിൻ്റെ ബൊക്കാറോ ജനറൽ പ്ലാന്റിൻ്റെ ഹോസ്പിറ്റലാണ് ഞാൻ അവിടെ പഠിച്ചതും അവിടെ ജോലി ചെയ്തതും. ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ ചേച്ചിമാർ കഴിക്കാൻ വന്ന സമയത്ത് രാവിലെ പറഞ്ഞ് എടി ഇങ്ങനെ ഒരു ആൾ അഡ്മിറ്റുണ്ട് ICUവിൽ, ചെസ്റ്റ് പെയിനായിട്ട് അഡ്മിറ്റായതാണ്. അദ്ദേഹം പറയുന്നത് 18 ഭാഷ അറിയാം, ഭാര്യ നേഴ്സാണ്, അങ്ങനെ മലയാളമൊക്കെ അറിയാം, ഹിസ്റ്ററിയൊക്കെ എങ്ങനെ പറഞ്ഞ് ഞങ്ങളപ്പം ഡിസ്കസ് ചെയ്ത് ശരിക്കും സുകുമാരക്കുറിപ്പ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ പോയത്. ഞാൻ പോയി അവിടെ ചെന്ന് അദ്ദേഹത്തിനെ കണ്ട് കൗതുകം കൊണ്ട് പോയി നോക്കിയതാണ്. അന്നേരം ഭയങ്കര ആകാംക്ഷയല്ലേ നമുക്ക്, കാരണം ഇത്രയും അറിയാവുന്ന ഒരു കേസായതുകൊണ്ട് ഓടിപ്പോയി നോക്കിയതാണ്. ഞാൻ ആസ് എ നേഴ്സ് എന്നുള്ള രീതിയിൽ കയ്യെ പിടിച്ച് സംസാരിച്ച് സുകുമാരക്കുറിപ്പാണെന്ന് ചേച്ചി തിരിച്ചറിഞ്ഞെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ എന്തായിരുന്നു ഒരു പ്രതികരണം? പെട്ടെന്ന് ഒരു പരിങ്ങലുണ്ടായിരുന്നു. കാരണം ഞാനിങ്ങനെ ചോദിച്ചപ്പം വീട്ടുപേര് സ്ഥലപ്പേരും എല്ലാം പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ പേരും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പം ആകെ ഇതായി. അന്ന് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഒരു 2:30 കഴിഞ്ഞ് 3 മണിക്കകം പുള്ളി അബ്സ്കോണ്ടഡായി. ശ്രീ SD വേണുകുമാർ, ഇപ്പം മലയാളികൾക്ക് പ്രായഭേദമന്യേ സുകുമാരക്കുറിപ്പിന് ഒരുപക്ഷെ അറിയുന്നുണ്ടാകും. അത് പിടികിട്ടാ പുള്ളിയായ സുകുമാരക്കുറിപ്പ്, ഇന്റർപോളിന് പോലും കിട്ടാത്ത സുകുമാരക്കുറിപ്പ് എന്നൊക്കെയാണ്. താങ്കൾ കുറേ കാലം സുകുമാരക്കുറിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് പിന്നാലെ ഓടിയൊരു വ്യക്തി കൂടിയാണ്. എനിക്ക് ഇപ്പം സുകുമാരക്കുറിപ്പിൻ്റെ അന്നത്തെ കാലത്ത് അവിടെ നിർമ്മിച്ചുകൊണ്ടിരുന്ന വീടുണ്ട്. അക്കാലത്ത് അതുപോലൊരു വീടൊക്കെ നിർമ്മിക്കണമെങ്കിൽ ആ രീതിയിൽ പണം വേണം. കേട്ടിട്ടുണ്ട് ഭാര്യയ്ക്കും സുകുമാരക്കുറിപ്പിനും കൂടി ആ കാലത്ത് 1.5 ലക്ഷത്തിലധികം ശമ്പളം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊക്കെ വേണ്ടി എന്തും ചെയ്യുന്ന, എന്ത് സമ്മാനവും നൽകുന്ന കുറിപ്പിനെ കുറിച്ച് ആ സുഹൃത്ത് വലയം, ആ ബന്ധുക്കൾ, അതൊക്കെ പിന്നീട് നോക്കൂ, ആദ്യം കുറിപ്പ് കൊലപാതക കേസാണ്, പിന്നീട് ചാക്കോ കൊലപാതക കേസായി മാറിയത്. എങ്ങനെയായിരുന്നു ആ സമയത്തെ റിപ്പോർട്ടിംഗ്? ഇത് സംഭവം നടക്കുന്ന 1984 ജനുവരി 21 രാത്രിയിലാണല്ലോ. അപ്പോൾ 22 എന്ന് പറയുന്നത് ഞായറാഴ്ചയായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ഞായറാഴ്ച സാധാരണഗതിയിൽ ഞാനന്ന് തിരുവല്ല ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ തിരുവല്ലയിൽ ഓഫീസിലേക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷമേ സാധാരണ പോകാറുള്ളൂ. അപ്പം അങ്ങനെ രാവിലെ ഒരു 8-9 മണിയോടുകൂടിയാണ് ഇങ്ങനെ അറിയുന്നത്, ഇങ്ങനെ ഒരു കാർ കത്തി അതിൽ ചെറിയനാട് ഭാഗത്ത് ഒരു ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഗൾഫ് മലയാളിയാണ് മരിച്ചതെന്നുള്ള വിവരങ്ങളൊക്കെ കിട്ടി. അപ്പം ഞാൻ നേരെ അന്ന് നമ്മുടെ പത്തനംതിട്ട ജില്ലാ ലേഖകൻ്റെ കീഴിലാണ് ഞാൻ, അദ്ദേഹം K. പത്മകുമാർ, അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം അറിയിച്ചപ്പം പറഞ്ഞു വിവരം അറിഞ്ഞിട്ടുണ്ട്, ആലപ്പുഴ ഓഫീസിൽ നിന്നും അവിടെ ആളെത്തുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽപ്പെട്ട സ്ഥലമാണല്ലോ, അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നും അവിടെ എത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തിരുവല്ല ഓഫീസ് അന്ന് സെൻട്രൽ ട്രാവൻകൂറിലുള്ള എല്ലാ വാർത്തകളും കവർ ചെയ്യുന്ന സമയമാണ്. അപ്പം ആ ആദ്യത്തെ വാർത്ത അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് 26-നാണെന്നാണ് എൻ്റെ ഓർമ്മ, ജനുവരി 26, തിരുവല്ലയിലെ അന്നത്തെ SI ഒരു ക്രിസ്റ്റി ബാസ്റ്റനാണ്,
അപ്പം അദ്ദേഹം കാണണം അത്യാവശ്യമായിട്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന വീട്ടിൽ കാണാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കെ വളരെ സുപ്രധാനമായ ഒരു വിവരമുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ സുകുമാരക്കുറുപ്പെന്ന് പറഞ്ഞ ഗൾഫ് മലയാളി അല്ല മരിച്ചിരിക്കുന്നത് മറ്റൊരാളാണ്. ചാക്കോ എന്ന് പറഞ്ഞ ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ഒരാളാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കഥയ്ക്ക് വലിയൊരു വഴിത്തിരിവ് വന്നിട്ടുണ്ട്, ആ കഥയിൽ വലിയ മാറ്റം വരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ വാർത്ത അന്ന് അത് റിപ്പോർട്ട് ചെയ്യുന്ന ഞാനാണ്. മരിച്ചത് കുറുപ്പല്ല ചാക്കോയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത. പിന്നീട് ഇപ്പോൾ സുകുമാരക്കുറുപ്പിൻ്റെ കാര്യത്തെപ്പറ്റി ശ്രീമാൻ ജോർജ് ജോസഫ് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, എന്ത് കാര്യങ്ങളും സുകുമാരക്കുറുപ്പിൻ്റെ പേരിൽ ഇപ്പോഴും ചിലവാകുമെന്ന് പറഞ്ഞില്ലേ, അന്നും അങ്ങനെയായിരുന്നു. ഇത് കഥകൾ പോലെ മാവേലിക്കരയിൽ ക്യാമ്പ് ചെയ്തിട്ട് ഈ സുകുമാരക്കുറുപ്പിൻ്റെ മരണം വളരെ അപസർപ്പക നോവലിൻ്റെ രീതിയിൽ കഥകൾ മെനയുന്ന ഒരവസ്ഥയിലായിരുന്നു. ഇന്ന് ചാനലുകളില്ല, പത്രങ്ങളാണ്. ആ രീതിയിൽ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ചാക്കോയുടെ ഡെഡ് ബോഡി സുകുമാരക്കുറുപ്പിൻ്റെ മൃതദേഹമാണെന്നുള്ള നിലയ്ക്ക് ചെറിയനാട്ട് കുറുപ്പിൻ്റെ വീട്ടിൽ സംസ്കരിച്ചിരുന്ന മൃതദേഹം പുറത്തെടുക്കാനായിട്ട് ആ പോയ ദിവസമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഈ ഇതിൻ്റെ മറ്റേ തുടർ ദിവസങ്ങളിലേക്ക് അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് കേൾക്കുന്നത് പല പല കഥകളാണ്. അതിൽ ഈ കുറുപ്പ് രക്ഷപ്പെടാനായിട്ട് അന്ന് പോലീസിൽ നിന്ന് തന്നെ ചില ഒത്താശകൾ ഉണ്ടായി. ഇപ്പം നേരത്തെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ നേപ്പാൾ പറഞ്ഞു, അതുപോലെ നേപ്പാൾ തന്നെയല്ല ഭൂട്ടാൻ എന്നൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി എടുത്തു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. പിന്നീട് ഇങ്ങോട്ട് വന്ന ഇപ്പോൾ ഈ സുകുമാരക്കുറുപ്പിനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞ് പലരും അവകാശപ്പെടുന്ന പോലെ തന്നെ ധാരാളം ഇത്തരം അവകാശവാദങ്ങളുമായിട്ട് ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നു, ധാരാളം പേര്. അപ്പോൾ അതിൽ വളരെ വിശ്വസനീയമായി തോന്നി പിന്നാലെ പോയ ഒരു കഥയുണ്ട്. അത് എനിക്ക് തോന്നുന്ന ഒരു 87-ലോ 88-ലോ മറ്റോ ആണ്. ആറന്മുള പോലീസ് സുകുമാരക്കുറുപ്പിനെ പിടിച്ചിരിക്കുന്നു. മാലക്കര സെയിൻറ്റ് തോമസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കുറുപ്പ് ഒരു ബന്ധുവിൻ്റെ അടുത്തിരിക്കുമ്പോൾ അവിടെ നിന്ന് വന്ന് പോലീസ് അറസ്റ്റ് ചെയ്യായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ വിവരം അറിഞ്ഞ് പെട്ടെന്ന് ഈ മാലക്കര സെയിൻറ്റ് തോമസ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സംഭവം ശരിയാണ്, അവിടെ നാളെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ കുതിച്ച് ഈ സെയിൻറ്റ് തോമസ് ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ആദ്യം ആളെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞല്ലോ. അപ്പം ഇത് ആരാണ് പിടിച്ചത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഒരു നേഴ്സാണ്. അപ്പോൾ അവർ പറഞ്ഞു ആ ആഴ്ച വന്നിരുന്ന ഒരു ആഴ്ചപ്പതിപ്പിൽ ഇദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള മുഖചിത്രങ്ങളുണ്ടായിരുന്നു. അപ്പം സുകുമാരക്കുറുപ്പിനെ പറ്റി എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നവർ ഈ നമ്പറിൽ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവരങ്ങളും മറ്റും കിടക്കുന്നത് കണ്ടു. അപ്പോൾ അവർ അവരുടെ നഴ്സസ് ഡ്യൂട്ടി റൂമിലിരുന്ന് ഈ ചിത്രങ്ങളെല്ലാം നോക്കി. അപ്പം മുറിയിൽ വന്നിരിക്കുന്ന ആളെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു സാദൃശ്യം. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇത് സുകുമാരക്കുറുപ്പിൻ്റെ ഏതോ ബന്ധുവാണ് ആ മുറിയിൽ അഡ്മിറ്റ് ആയിട്ടിരിക്കുന്ന ആൾ എന്നുകൂടെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് സംശയം വർദ്ധിച്ചു. ഇവർ കൂട്ടുകാരികളോട് പറഞ്ഞു. അപ്പം മറ്റാളുകളും എല്ലാം ഒളിഞ്ഞു നോക്കാൻ തുടങ്ങിയപ്പം ഇയാൾക്ക് സംശയമായി. അയാളെ അപ്പം ഒരു പരിഭ്രാന്തി കാണിച്ചു. ഇവിടെ ഒരു ഉടൻ തന്നെ പോലീസിനെ വിളിച്ചറിയിച്ചു. പോലീസ് വന്ന് പൊക്കിക്കൊണ്ട് പോയി. അങ്ങനെയാണ് സംഭവം. അപ്പം ഞങ്ങൾ ഇതിൻ്റെ സ്റ്റോറിയെല്ലാം എടുത്തു. ഈ കണ്ടെത്തിയ ആൾ ഇന്നാൾ എന്നുള്ള വിവരമൊക്കെ എടുത്തിട്ട് ആറന്മുള പോലീസുമായിട്ട് ബന്ധപ്പെട്ടവൻ പറഞ്ഞു ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് സമയം കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ നേരം വൈകി കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് സുകുമാരക്കുറുപ്പല്ല മറ്റൊരാളാണെന്ന് തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്നലെ എനിക്ക് റഷ്യയിൽ നിന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു പടവും ഇതെല്ലാം കൂടെ ഫേസ്ബുക്കിൽ അയച്ചു തന്നു. അപ്പോൾ ഒരു മലയാളിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയം തിരുവനന്തപുരത്ത് ഒരു രത്നവ്യാപാരി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടു. അപ്പം അദ്ദേഹം ഒരു ക്ഷത്രിയൻ്റെ പേരുപയോഗിച്ചാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം വിവാഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്ന ആൾ അവർക്ക് രണ്ടാമത്തെ വിവാഹമാണെന്ന് പറയുന്നു. തിരുവനന്തപുരത്തുള്ള സെക്രട്ടറിയേറ്റിൽ ഉയർന്ന ഉദ്യോഗസ്ഥയായിരുന്നു. അവർക്ക് പോലും അദ്ദേഹത്തിൻ്റെ വേറെബോട്ട്സ് അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം മാവേലിക്കര ഒരു കൊട്ടാരത്തിലെ ആളാണെന്നാണ്. പിന്നീട് അന്വേഷണം നടത്തിയപ്പോൾ ഈ മാവേലിക്കര കൊട്ടാരവുമായിട്ട് ഇദ്ദേഹത്തിനൊരു ബന്ധമില്ല, അല്ലെ അവിടെ അങ്ങനെ ഒരു കൊട്ടാരമോ ഇയാൾ പറയുന്ന വിലാസങ്ങളോ ഒന്നുമില്ല എന്നവരറിഞ്ഞു. പിന്നീട് ഇയാൾ ആദ്യം വിവാഹം കഴിച്ചിരുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ടു. അവർ കോയമ്പത്തൂരോ മറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഇയാളെ പറ്റിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളുടെ മുഖം വെച്ചിട്ട് എൻ്റെ സുഹൃത്ത് പറയുന്നത് AI ടൂൾ ഉപയോഗിച്ച് ഈ മുഖ സാദൃശ്യം പരിശോധിച്ചപ്പോൾ 47% സാദൃശ്യമുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇട്ട് തന്നെ ഇന്നലെ ഇടാൻ കാര്യം. ഞാൻ ഈ അന്നത്തെ കാലത്തെ ഈ മാവേലിക്കര സെഷൻസിൽ നടന്ന ട്രയലിനെ പറ്റി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് കണ്ടിട്ട് അദ്ദേഹം എനിക്ക് പെട്ടെന്ന് ഇട്ട് തന്നതാണ്. എനിക്കിങ്ങനെ സംശയം തോന്നുന്നു, എൻ്റെ കുറച്ച് നാളായിട്ടുള്ള സംശയമാണെന്ന് പറഞ്ഞു. അപ്പം ശ്രീമാൻ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ സുകുമാരക്കുറുപ്പിനെ പറ്റിയുള്ള ഏത് കഥകളും എന്നും ചിലവാകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചിലവാകും.
ഇതേപോലെ തന്നെ എൻ്റെ അടുക്കൽ വേറെ പോലീസിൽ നിന്നുള്ള ആളുകൾ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇദ്ദേഹം ഗൾഫിലുണ്ട്, ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും, ആ രീതിയിലൊരു വാർത്ത കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം നടത്തി അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ബലമായ സംശയം, ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ട് ശ്രീമാൻ ജോർജ് ജോസഫ് പറഞ്ഞത് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു രീതിയിലേക്ക് ഇദ്ദേഹം പോയി കാണാനുള്ള സാധ്യത കാണുന്നില്ല. മറ്റുള്ള ഈ സംശയങ്ങൾ ശരിയാണ്, പലരും കണ്ടപ്പോൾ ഇങ്ങനെ പല രീതിയിൽ പെരുമാറി, പല ഭാഷ സംസാരിച്ചു എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ പോലീസിൻ്റെ ഭാഗത്ത് ഞാൻ കാണുന്ന ഒരു പോരായ്മ എന്ന് എനിക്ക് തോന്നുന്നത്, ഇദ്ദേഹം മരിച്ചു എന്ന് അവിടെ ഒരു വിവരം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഡെഡ് ബോഡി ഇവിടെ എത്തിക്കാൻ ഒരു ക്രമീകരണം ചെയ്തിരുന്നെങ്കിൽ ഈ ആശയക്കുഴപ്പങ്ങൾക്ക് നമുക്ക് ഒരു പരിഹാരമാകുമായിരുന്നു. കാരണം അവർ DNA ടെസ്റ്റും ഒക്കെ നടത്തി നമുക്ക് അത് സ്ഥിരീകരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും പിടികെട്ടാപ്പുള്ളി എന്നുള്ള നിലയിലാണ് സുകുമാരക്കുറുപ്പിന്റെ അവസ്ഥ. പല പോലീസിന്റെ പല വിഭാഗങ്ങൾ അന്വേഷിച്ചൊരു കേസാണിത്. ശ്രീ അലക്സാണ്ടർ ജേക്കബ്, അദ്ദേഹം മുൻ DGP ആണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേട്ടിട്ട് ഞാൻ അതിഥികളിലേക്ക് മടങ്ങി വരാം. കേസിന് വഴിത്തിരിവായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കാറിനകത്ത് ഒരു തീവെപ്പ് നടന്നതായിട്ട് കണ്ടെത്തി. അപ്പോൾ ഈ റോഡിൽ കിടക്കുന്ന കാറിനകത്താണ് തീ ഉണ്ടായതെങ്കിൽ പിന്നെ ഈ കാർ ഷെഡിൽ എങ്ങനെ തീയുടെ അംശങ്ങൾ വന്നു, തീ ഉണ്ടായി എന്നുള്ളത് കണ്ടുപിടിക്കാത്ത അവസരങ്ങൾ വന്നു. രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ, ഈ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആളുകളുടെ മുഖത്ത് ദുഃഖമില്ല, തന്നെയുമല്ല അവിടെ ഇറച്ചിയും മീനും ഒക്കെ വറക്കുന്ന മണം വന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മൂക്കിൽ. അപ്പോൾ ഒരു മരണ വീട്ടിൽ ഒരിക്കലും മീനും ഇറച്ചിയും ഒന്നും വറക്കുകയില്ല, അപ്പോൾ നല്ല ആഹാരം പാചകം ചെയ്യുന്നു. അപ്പോൾ അവിടെ ഈ മരണം നടന്നിട്ടില്ല എന്നൊരു സംശയം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ വന്നു. അങ്ങനെയാണ് സുകുമാരക്കുറുപ്പ് അല്ല എന്ന് കണ്ടെത്തി, റിയൽ മരിച്ച ആൾ ചാക്കോ ആണ് എന്ന് കണ്ടെത്തി എത്തിയ സംഭവം. അപ്പോൾ അത് പോലീസിന് നല്ല ക്രെഡിറ്റ് വരേണ്ട ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഇതിൽ സംഭവിച്ചത്. ശ്രീ അലി അക്ബർ, നേരത്തെ താങ്കൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു കുറേ കാര്യങ്ങൾ ഇനി ഇത് റീഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സഹായകമാകുന്ന കുറേ കാര്യങ്ങൾ, കുറേ മൊഴികൾ, കുറേ തെളിവുകൾ താങ്കൾ ശേഖരിച്ചിട്ടുണ്ടെന്ന്. താങ്കൾ ശേഖരിച്ച ഈ വിവരങ്ങളെല്ലാം അത് അന്ന് താങ്കളെ ഏൽപ്പിച്ചത് നിതിൻ അഗർവാളാണ്. അദ്ദേഹത്തിന് സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ട്. അതിൽ എന്തുകൊണ്ടാണ് പിന്നീട് ഒരു തുടർ നടപടികളോ നീക്കങ്ങളോ ഇല്ലാതെ പോയത്? ഞാനിപ്പോൾ ജോർജ് ജോസഫ് സാറിൻ്റെ വാദങ്ങൾ അദ്ദേഹത്തിൻ്റെ രീതിയിൽ കേട്ടു. ഞാൻ പഠിച്ചത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഒരു പ്രമാദമായ കൊലക്കേസിലെ പ്രതി മരിച്ചു എന്ന് ഉറപ്പ് കിട്ടി, ആശുപത്രിയിൽ കിടന്നാണ് മരിച്ചതെന്നും പറയുന്നു. അങ്ങനെ മരിച്ചു എങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ ബോഡി കണ്ടെത്തുകയോ അതിനെ സംസ്കരിച്ച സ്ഥലങ്ങളിൽ നിന്നോ ആശുപത്രിയിലെ ഡോക്ടറിൽ നിന്നോ അന്ന് ആരുടെ പേരാണ് ഈ രോഗി അവിടെ അഡ്മിറ്റായതെന്നും ആ ഒരു അൺനാച്ചുറൽ ഡെത്താണോ അവിടെ 174 CRPC പ്രകാരം വന്ന കേസ് വല്ലതും രജിസ്റ്റർ ചെയ്തിരുന്നോ, അതോ അയാൾ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ നമ്മൾ വെരിഫൈ ചെയ്ത് ആശുപത്രിയിൽ കൊടുത്ത ആ അഡ്രസ്സിൽ ആ മരിച്ച ആളില്ലേ, ഇതൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതായിരുന്നു. അത് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മറിച്ച് ഞാനൊരു കാര്യം ഇപ്പോൾ വ്യക്തമാക്കാം. ഞാൻ അന്വേഷിക്കുന്ന സമയത്ത് അവരുടെ കുടുംബത്തിൽ ഒരു വിഷയമുണ്ട്. അന്ന് അന്വേഷിച്ച ജോർജ് ജോസഫ് സാറുമൊക്കെ സുകുമാരക്കുറുപ്പിൻ്റെ പേരിലുണ്ടായിരുന്ന സ്വത്തുവകകളും മറ്റും കണ്ടെത്തി എന്ന് പറയുന്നെങ്കിലും കണ്ടെത്താത്ത കോടികൾ വില വരുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിലുള്ള വസ്തുക്കളെ കെട്ടിടങ്ങളും കണ്ടെത്തുകയും അവയുടെ സർവേ നമ്പരും അവരുടെ തണ്ടപ്പേര് നമ്പറുകളും ഒക്കെ ഞാൻ കണ്ടെത്തുകയും ചെയ്തു. ഭാസ്കര പിള്ള താമസിക്കുന്ന 74 സെൻറ്റ് സ്ഥലം, ആ വീട് അത് മാറിക്കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുകുമാരക്കുറുപ്പിൻ്റെ മകൻ സുജിത് പിള്ളയുടെ ഭാര്യ നിരന്തരമായി അവർ രത്നമ്മയെ അല്ലാണ്ട് രാധാമണിയിൽ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ തങ്ങളെ ഇത്രയും സഹായം ചെയ്തു. സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യയും അനിയത്തിയും ചേർന്നാണ് ചാക്കോയെ കൊണ്ടുവന്ന ആ ബോഡി കത്തിക്കാനായിട്ട് കാറ് മാറ്റി കൊണ്ടുപോകുമ്പോൾ നിങ്ങളെന്തും മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത്, അവിടെ ചെന്ന് ഒരു പക്ഷേ അയാളുടെ മുഖം കരിഞ്ഞില്ലെങ്കിലോ അതുകൊണ്ട് ബോഡി എടുത്തുകൊണ്ട് വാ, നമുക്ക് ഇവിടെ വെച്ച് മുഖം കത്തിച്ചതിന് ശേഷം മാത്രം കൊണ്ടുപോകുന്നതായിരിക്കും ബുദ്ധി എന്ന് പറഞ്ഞ് സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യയും അതുമായിട്ട് ഭാര്യയുടെ അനിയത്തിയും കൂടെ ചേർന്ന് പെട്രോൾ ഇവർ വാങ്ങിച്ചു കൊണ്ടുവന്ന പെട്രോൾ കൊണ്ടുപോയി വീടിൻ്റെ പുറകുവശത്തുള്ള റബ്ബർ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് മുഖത്ത് ഒഴിച്ചു കൊടുത്ത് കത്തിക്കുന്നു. അത്രയും ആ കേസിൽ ഇൻവോൾവായ രണ്ട് കക്ഷികളും ഈ കേസിൽ പ്രതിസ്ഥാനത്തുനിന്ന് വെറുതെ പോയി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിനെതിരെ അപ്പീൽ കൊടുത്തിരുന്നോ
ആ കേസിൻ്റെ മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നടത്തിയിരുന്നു എന്നെനിക്ക് വ്യക്തമായിട്ടറിയില്ല. പക്ഷേ ഞാൻ അന്വേഷിച്ചിടത്തോളം കാലം ഞാൻ ഇന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് ഇന്നേ ഞാനത് വെളിപ്പെടുത്തുന്നില്ല. ഞങ്ങൾ കൃഷ്ണപിള്ള സ്മാരക കേസൊക്കെ അന്വേഷിക്കുമ്പോൾ വളരെ നിർണായകമായ ഒരു കാര്യത്തിന് വേണ്ടി നമുക്കിപ്പോൾ പോലീസിൻ്റെ രഹസ്യമായതുകൊണ്ട് പറയാൻ പറ്റാത്ത ആ സാഹചര്യം ഉപയോഗിച്ചു. ഇന്ന് സാങ്കേതികവിദ്യ വളരെയധികം വികസിച്ചു. എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ആ ഫോണിൽ ഇവരുടെ കുടുംബാംഗങ്ങളുടെ പല കാര്യങ്ങൾ നമുക്കറിയാം. ഏതാണ്ട് 200-ൽ പരം രേഖകളാണ് ഞാൻ ശേഖരിച്ചത്. അപ്പോൾ അതുകൊണ്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന സ്ഥലത്തെ ഇന്ന സംസ്ഥാനത്തെ ഇന്ന ജില്ലയിലെ ഇന്ന ആശുപത്രിയിൽ ഇത്ര IP ആയി അഡ്മിറ്റ് ചെയ്യുന്ന ഇന്നയാൾ ഇന്നടത്ത് വെച്ച് മരണപ്പെട്ടു, ഇന്ന സ്ഥലത്ത് ഡെഡ് ബോഡി അടക്കം ചെയ്തു എന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കണ്ടെത്തണ്ടേ? അത് കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരിച്ചു എന്ന് പറഞ്ഞ് ഫൈൻഡ് ചെയ്യുന്നത് ശരിയല്ല. ആ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഞാൻ സഞ്ചരിച്ച വേളയിൽ ഒരുപാട് ഇടപെടലുകൾ ആ കുടുംബത്തിന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ശ്രീ ജോർജ് ജോസഫ്, ശ്രീ അലി അക്ബറും ഈ കേസ് അന്വേഷിച്ചതാണ്. അദ്ദേഹം അതിന് പിന്നാലെ കുറെ ഓടിയതാണ്. കുറെ തെളിവുകൾ ഇപ്പോഴും അടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥന് സഹായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകളും മൊഴികളും ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ എങ്ങനെ ക്രയവിക്രയങ്ങൾ നടന്നു എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. അതിനൊക്കെ എന്താണ് മറുപടി ശ്രീ ജോർജ് ജോസഫ്? ഒരു കാര്യം ഞാൻ പറയാം. ഇത് 1900 നമ്മൾ ഈ സംഭവം ഉണ്ടായ 84, 88 കാലം. അന്ന് DNA ഇല്ല, അത് മനസ്സിലാക്കണം. അന്ന് ഇവരൊക്കെ ആധുനിക കാലത്തെ SP-മാരും 2017 അദ്ദേഹം ഇത് അന്വേഷിച്ചെന്ന് പറയുന്നത്. നമ്മളൊക്കെ അതിന് മുമ്പേ റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. അന്ന് DNA ഇല്ല. അന്ന് ഇവിടുന്ന് ഒരു ഇത്രയും സ്ഥലത്ത് പോയതിന് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആ DYSP അവർ വാങ്ങിച്ച കടത്തിന് ഒരു കയ്യും കണക്കില്ല. സർക്കാരിൽ നിന്ന് ഒരു പൈസ കിട്ടില്ല. നമ്മൾ പോയി വന്ന ശേഷമേ കിട്ടൂ. ഇതൊക്കെ അന്നത്തെ കാലത്താണ്. എത്രയോ അഡ്വാൻസ്ഡ് ആണെന്ന് നമ്മൾ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ല, മൊബൈൽ ഫോണില്ല, ഒന്നുമില്ല. അതുപോലെ ഞാൻ ധാരാളം ആൾക്കാർ പോലീസിലുണ്ടെങ്കിലും ആരും പോകാൻ തയ്യാറല്ല ഈ കേസ് അന്വേഷിക്കാൻ. കാരണം അന്ന് വളരെ തുച്ഛം 1000, 1200 രൂപയൊക്കെ ശമ്പളമല്ലേ ഉള്ളൂ. ഇവിടുന്ന് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ബുക്ക് ചെയ്താണ് ഈ പോകുന്നത്. അതിനൊരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒബേ ദ ഓർഡേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കത്തില്ല. വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ഇനിയും ഞാൻ ചില കാര്യങ്ങൾ പറയാം. കാരണം മരിച്ചു എന്ന് ഉറപ്പാക്കാനുള്ള കാരണം ഇതൊക്കെ ഹൈപ്പോത്തിക്കൽ തിയറികളാണ്. അതിന് സബ്സിക്വൻ്റ് ആയിട്ടുള്ള വളരെയധികം പോലീസ് ഓഫീസേഴ്സ് അതിന് ഹൈപ്പോത്തിക്കൽ തിയറിയിലാണ് സഞ്ചരിക്കുന്നത്. ഒരു കാര്യം പറയാം, അത് എന്തുകൊണ്ട് ഡെഡ് ബോഡി അന്ന് അവിടെ ദിവസം, അത് ഞാൻ നേരത്തെ പറഞ്ഞു, കാളവണ്ടിയിലും മറ്റേലൊക്കെ 8ഉം 10ഉം ഡെഡ് ബോഡി ഒരു ദിവസം അങ്ങ് പോവും. ഇതിന് ശേഷം ഈ രക്തമ്മ കണ്ടതിന് ശേഷം അവിടുന്ന് പോയ ആളെ ലാസ്റ്റ് ഞങ്ങൾ വീണ്ടും കണ്ടിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ കണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് സുകുമാരക്കുറുപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്തു. അത് രാജഗോപാൽ എന്ന് പറഞ്ഞ ഒരു SIയും ഈ ഗോവിന്ദൻകുട്ടി DYSP മറ്റൊരു പോലീസുകാരനുണ്ട്. അവിടെ നിന്നും ആരും കസ്റ്റഡി ഡെത്തിന് സമാനം പറയണം ഇയാളെ കൊണ്ട് ഇവിടെ വന്നാൽ. അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇയാളെ തിരിച്ചറിഞ്ഞ് സുകുമാരക്കുറുപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവിടെ എനിക്ക് തോന്നുന്ന രക്തമ്മയുടെ അവിടെ തന്നെയായിരുന്നു 2 പോലീസുകാരെ ലോക്കൽ പോലീസ് ഇട്ടു. സുകുമാരക്കുറുപ്പ് എന്നുള്ള കേസിൻ്റെ പ്രാധാന്യം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ഇതുപോലെ 100,000 സുകുമാരക്കുറുപ്പുണ്ട്. അതൊന്നും അവർ ഇഗ്നോർ ചെയ്യും. പക്ഷേ മലയാളികൾ അങ്ങനെയല്ല. അവിടെ 2 ദിവസം 2 പോലീസുകാരെ ആ പോലീസ് സ്റ്റേഷനിൽ ഇട്ട് തോക്കുമായിട്ട് ആ IC യൂണിറ്റിൻ്റെ മുമ്പിൽ. അതിന് അവർ 2 ദിവസം കഴിഞ്ഞപ്പം കേരള പോലീസിനെ അറിയിച്ചിട്ട് അന്ന് ആർക്കും താല്പര്യമില്ല. ഞാനതാ പറഞ്ഞ്, ഞാൻ CI ആയിരുന്നപ്പം മുതൽ കിട്ടിയിരുന്ന മുഴുവൻ റെക്കോർഡുകളും DYSP ആയി കഴിഞ്ഞപ്പം അവിടെ വന്നിരിക്കുന്ന ലെറ്റേഴ്സ് പരിശോധിച്ചിട്ടാണ് രക്തമ്മയെ ഞങ്ങൾ കണ്ടത്. അന്നേരം തന്നെ 2-3 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം രക്തമ്മയെ കണ്ടതിന് ശേഷം ഇയാൾ അവിടുന്ന് ചാടിപ്പോയി. അതിനുശേഷം ഞങ്ങൾ 2-3 സ്ഥലത്ത് അവനെ ലൊക്കേറ്റ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, 12 പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്യേണ്ട ജോഷിയെ. ആ ജോഷി അവസാനം കാണുന്ന സമയത്ത് നമ്മുടെ ഇവർ ICU കിടക്കുന്ന കണ്ടു. പതുക്കെ അയാളെ വാർഡിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. കാരണം അവിടുന്ന് ഒരു അറസ്റ്റ് ചെയ്ത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വെച്ചാൽ അവരാരും സ്വീകരിക്കത്തില്ല. അത്രയും കണ്ടീഷൻ മോശമാണ്. കസ്റ്റഡി ഡെത്തിന് സമാനം പറഞ്ഞാൽ ഇവർ വെള്ളം കുടിക്കും. പിന്നെ എങ്ങനെ കൊണ്ടുവരുന്ന പൈസയുണ്ടോ? ഇവിടുന്ന് ആരെങ്കിലും വണ്ടി അയച്ചു കൊടുക്കുമോ? അന്ന് മണി ഓർഡറിലേ ചെയ്യാനൊക്കെ ഉള്ളൂ. അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ വലിയ അന്നത്തെ കാലം മറന്നു പോയിരുന്നു നമ്മൾ. അത് ഇപ്പോഴത്തെ ആധുനിക യുഗത്തിലെ ആൾക്കാർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലെ കമ്പയർ ചെയ്യരുത്. ഒരു ഡെഡ് ബോഡിയും കൊണ്ടുവരാൻ പറ്റില്ല. ആരും അതിൻ്റെ പുറകെ പോകത്തുമില്ല. കുടുംബം വിറ്റ് വേണം ഡെഡ് ബോഡി കൊണ്ടുവരാൻ. ഇന്ന് തന്നെ അറിയാവില്ല, അന്യസംസ്ഥാന തൊഴിലാളി ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് അവരെ ആസാമിലും അവിടെയൊക്കെ കൊണ്ടുപോകുന്നതിന് 1.5, 2, 3 ലക്ഷം രൂപ നമ്മൾ ആംബുലൻസിൽ പൈസ കൊടുത്തിട്ടാണ് ഓരോരുത്തരും അവരെ വീട് പണയപ്പെടുത്തിയിട്ടാണ് പൈസ കൊടുക്കുന്നത്. ഇപ്പോഴത്തെ കാലത്തും അതാണ്.
അതുകൊണ്ട് ഇപ്പോഴത്തെ ആധുനിക സൗകര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ഉള്ളത് കേരള പോലീസിന് മാത്രമാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ കറക്റ്റാണ്. അത്ര ഒരു ഇൻവെസ്റ്റിഗേഷൻ മികവ് ഇന്ത്യയിലെ ഒരു പോലീസിനും ഇല്ല, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത്. പക്ഷേ അന്നും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇയാൾ മരിച്ചു എന്ന് കണക്കാക്കുന്നത്. കാരണം അവസാനം കണ്ടതിനകത്ത് ആണ് തൊട്ടടുത്ത് കിടന്ന പോലീസുകാരൻ ഉറങ്ങിപ്പോയി, രാത്രി ഇവൻ അവിടുന്ന് ചാടിപ്പോയി. അത് അന്നത്തെ ഡോക്ടർ പറഞ്ഞു വെളിയിൽ എവിടെയെങ്കിലും കാളവണ്ടിയിൽ കൊണ്ടുപോയി. അന്ന് കാളവണ്ടിയിലും കുതിരവണ്ടിയും കൊണ്ട് അവിടെ കൊണ്ടുപോയി രാത്രി ഓരോ ചെറിയ സിറ്റിയിലും 10-20 പേരാണ് മരിക്കുന്നത്. എല്ലാം കേരളത്തിലാണ് ഈ അടുത്ത കാലത്ത് മാറി, ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഒന്ന് സഞ്ചരിച്ച് നോക്കിയേ. അപ്പോൾ അതുകൊണ്ട് അതിനോടൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അവസാനം അവർ കണ്ടിരിക്കുന്നു ഈ 2 SIയും CIയും. ലാസ്റ്റ് മിനിറ്റ് അയാളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അയാൾ അവിടുന്ന് പോയി എവിടെ ചത്ത് കിടക്കുന്നതെന്ന് പോലീസിന് അറിയത്തില്ല. അവർ DNA അന്നില്ല, നമുക്ക് അതിൻ്റെ സാമ്പിൾ എടുക്കാൻ പറ്റില്ല, നമുക്ക് ആ ഡെഡ് ബോഡി കൊണ്ടുവരാൻ പറ്റില്ല. ഇന്ന് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് ഇന്നത്തെ സംവിധാനം വെച്ചിട്ട് കമ്പയർ ചെയ്യരുത് പഴയ സംവിധാനം. അതിനകത്ത് ഏറ്റവും ബെസ്റ്റായ ഇൻവെസ്റ്റിഗേഷൻ ടാലൻസ് ഉള്ളവരെ തന്നെയാണ് SIT UV ആലുവ കൂട്ടക്കലയൊക്കെ. ഞങ്ങളൊക്കെ SIT പോകാൻ കാരണം ഇൻവെസ്റ്റിഗേഷൻ ടാലൻസ് ഉള്ളവരെ മാത്രമേ അവിടെ കയറ്റുള്ളൂ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. സമയം അവസാനിക്കാറായി. അതുകൊണ്ട് ശ്രീ റെൻസിം ഇസ്മായിൽ, താങ്കൾ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ കണ്ടു, അങ്ങനെ ഒരു സംശയം തോന്നി. ശരി, അടുത്ത ഘട്ടം അത് കേരള പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ്. താങ്കൾ 2 തവണ അത് ചെയ്തു എന്നും തോന്നുന്നു. താങ്കൾക്ക് അന്ന് കിട്ടിയ റെസ്പോൺസ് എന്തായിരുന്നു? അവർ താങ്കളുടെ മൊഴി സ്വീകരിച്ച് അതിൽ തുടർ നടപടികൾ എന്തെങ്കിലും സ്വീകരിച്ചിരുന്നോ? അപ്പം ഇതിനെക്കുറിച്ച് പറയാനുള്ളത് 2022 മുതൽ സജീവമായിട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. നമ്മൾ കേരള പോലീസിന് ഒരു ഇതിലും ഇത് അന്വേഷിക്കാനുള്ള താല്പര്യമില്ല. നമ്മൾ സുകുമാരക്കുറുപ്പിനെ പിടിച്ചോട്ട് കൊടുത്താലും കേരള പോലീസിന് വേണ്ട. ഇതിൻ്റെ രഹസ്യങ്ങളെല്ലാം, നിഗൂഢതയും രഹസ്യമെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. സുകുമാരക്കുറുപ്പ് ഫയല് പരിശോധിക്കാനും ഒരവസരം കിട്ടിയിട്ടുള്ള ആളാണ്. ഞാൻ ഒരുപാട് വട്ടം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൽ പോവുകയും ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസുകൾ പരസ്പരം ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകളെല്ലാം ഞാൻ അത് ഗവൺമെൻറ്റിനകത്തിനും അതുപോലെ DGPക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അവരാരും ഇതിനകത്ത് നടപടി എടുത്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, 1.5 വർഷത്തിന് മുമ്പ് സുകുമാരക്കുറുപ്പിന് പോലീസിൻ്റെ കൈവശം കിട്ടിയതാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളുണ്ട്. സർക്കാരിനെയും പോലീസിനെയൊക്കെ അറിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ട്. ഇത് കേരള പോലീസിന് ഒരിക്കലും ഇത് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു കേസല്ല. കാരണം പറഞ്ഞാൽ ഈ കേരള പോലീസ് രക്ഷപ്പെടുത്തി വിട്ട ഒരു ആളാണ് സുകുമാരക്കുറുപ്പ്. അതിൻ്റെ തെളിവുകളെല്ലാം എൻ്റെ കൈവശമുണ്ട്. പോലീസിനൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അവർക്ക് താല്പര്യമില്ല അന്വേഷിക്കാൻ. അപ്പം ഇത് CBIക്ക് വിടണമെന്ന് പറഞ്ഞ് 2 വട്ടം ഞാൻ ഇത് അപേക്ഷ കൊടുത്തിട്ടുള്ളതാണ് സർക്കാരിന്. അതിനകത്ത് 1-2 വട്ടം എൻ്റെ മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് തീരുമാനം എടുത്തിട്ടില്ല. CBIക്ക് കേസും കൈമാറുകയാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ ഈ സുകുമാരക്കുറുപ്പിനെ ജീവനോടെ പിടിക്കുകയും എന്തുകൊണ്ടാണ് ഈ 42 വർഷം കേരള പോലീസിന് ഈ കേസ് നല്ല രീതിയിൽ നടത്താൻ പറ്റി, അല്ലെങ്കിൽ തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ രഹസ്യങ്ങളൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിന് അറിയാൻ പറ്റും. അല്ലാതെ കേരള പോലീസിന് ഒരിക്കലും ഈ കേസ് അന്വേഷിക്കാൻ കഴിയില്ല. കേരള പോലീസ് വളരെ വ്യക്തമായ തെളിവുണ്ട്. കേരള പോലീസ് കൂട്ടുപ്രതിയായിട്ടുള്ള ഒരു കേസാണ്. സമയക്കുറവ് മൂലം കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും. ശരി, ഞാൻ ഒരു ഇടവേള എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ശ്രീ ST വേണുഗോപാൽ, നോക്കൂ, നമ്മുടെ ഈ ചർച്ചയിൽ പോലും പല അഭിപ്രായങ്ങളാണ്. കേസ് അന്വേഷിച്ച 2 ഉദ്യോഗസ്ഥർക്ക് പോലും 2 അഭിപ്രായങ്ങളാണുള്ളത്. ഇത് ഈ സുകുമാരക്കുറുപ്പ് എന്നൊരു പ്രഹേളിക അത് ഒരിക്കലും അവസാനിക്കില്ലേ? എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഈ സുകുമാരക്കുറുപ്പിൻ്റെ കേസ് നിലനിൽക്കുന്നതിലാണ് അന്വേഷണ സംഘത്തിന് താല്പര്യം. കാരണം ഇതൊരിക്കലും അവസാനിക്കരുത് എന്നുള്ള രീതിയിൽ പോവുകയാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞു ഇതിൻ്റെ ചെലവിൻ്റെ കാര്യം, അതിനുള്ള പൈസ പോലും കിട്ടുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഈ 40 വർഷത്തിനിടയിൽ എത്ര പ്രാവശ്യമാണ് പത്രമാസികകളിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ചിത്രങ്ങൾ സഹിതം ഇദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരസ്യം ചെയ്തതെന്ന് തന്നെ ഞാൻ ഓർക്കുകയാണ്. കാരണം അതിന് വന്ന ചിലവ് തന്നെ ഭീമമായൊരു തുക ചിലവഴിച്ചിട്ടുണ്ടാവും. ഒരു വിവരാവകാശം വെച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ഈ ചെലവിൻ്റെ വ്യാപ്തി മൊത്തത്തിലുള്ള. പക്ഷേ ഈ നേരത്തെ ഇവിടെ പലരും പറഞ്ഞതുപോലെ പോലീസ് ഇതിന് വേണ്ടത്ര ജാഗ്രത ഒരു ഉത്സാഹം ഇതിന് കാണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് എൻ്റെ സംശയം. ശ്രീ ജോർജ് ജോസഫ് തന്നെ പറഞ്ഞു, അവർ ചെന്ന് ഇദ്ദേഹത്തെ കണ്ടു, അവിടെ കാവലിൽ നിന്നു എന്നൊക്കെ പറയുന്നു. അവിടുത്തെ ഗവൺമെൻറ് അതിനകത്ത് അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് വേണ്ടത്ര ഉത്സാഹിച്ചില്ല, സഹകരിച്ചില്ല എന്നും പറയുന്നു. വേണ്ട, നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ഈ വിവരം ധരിപ്പിച്ചിട്ട് കേരളം വളരെ ഗൗരവത്തിൽ നോക്കിയിരിക്കുന്ന ഒരാളല്ലേ. അത്യാവശ്യമായിട്ട് വാണ്ടഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലായിടത്തും പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് സുകുമാരക്കുറുപ്പ്.
അപ്പോൾ ഇവിടുത്തെ ഒരു DGP ലെവലിൽ ഈ സംഭവം എത്തിച്ചു കഴിഞ്ഞാൽ ആ DGP അവിടുത്തെ DGPയെ അറിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ നിലയ്ക്ക് ഒരു കൂടുതൽ പിന്നെ ഗൗരവം ഈ സംഭവത്തിന് ഉണ്ടാകുമായിരുന്നല്ലോ. അപ്പോൾ ആ നിലയ്ക്കുള്ള സംഭവം ഒന്നും കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇതൊരു വഴിപാട് പോലെ നടന്നു. കുറേ കാലങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ സുകുമാരക്കുറുപ്പിനെ അന്വേഷിച്ച് പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു കേസ് ഒരു ഫയൽ അവസാനിപ്പിച്ച് അങ്ങനെ വിടുന്നു. അപ്പോൾ ഈ സുകുമാരക്കുറിപ്പ് ഒഴിച്ച് ഉള്ള ഇപ്പം അതിനകത്ത് ഷാഹുൽ ഹമീദ് പിന്നെ അദ്ദേഹം മാപ്പുസാക്ഷിയായി, മറ്റ് 2 പേരെ ജീവപര്യന്തം ശിക്ഷിച്ചു. അവിടെ കൊണ്ട് ആ കേസ് അവസാനിപ്പിച്ചു, അവിടെ കൊണ്ട് തീർന്നു എന്നുള്ള രീതിയിലാണ്. സുകുമാരക്കുറുപ്പിനെ ഈ തുടക്കം മുതലേ സുകുമാരക്കുറുപ്പിനെ പിടിക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളൊരു ആക്ഷേപം മാധ്യമപ്രവർത്തകർക്കിടയിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് അടിവരയിടുന്നതാണ് ഇപ്പം ഈ വന്നുകൊണ്ടിരിക്കുന്ന പുതിയതായിട്ട് കിട്ടിയിരിക്കുന്ന ഇവരൊക്കെ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന വിവരങ്ങൾ. പക്ഷേ സുകുമാരക്കുറുപ്പിൻ്റെ അന്വേഷണം ഇടയ്ക്കിടയ്ക്ക് തുടങ്ങും. ചിലപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കും, ചിലപ്പം ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കും, അത് കഴിയുമ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരും. ഇങ്ങനെ അന്വേഷണങ്ങൾ മുറയ്ക്ക് നടന്നു എന്നുള്ളതല്ലാതെ ഇതിനപ്പുറം ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാഗ്രതയോ അല്ലെ കൂടുതൽ അതിനകത്തൊരു ഉത്സാഹം. ശ്രീ ജോർജ് ജോസഫ് പണത്തിന്റെ കാര്യം പറഞ്ഞു. ഇതിനു മുൻപ് ഒരിക്കൽ അലക്സാണ്ടർ ജേക്കബിനോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് കേരള പോലീസ് ഏറ്റവും കൂടുതൽ ടിഎയും ഡിഎയും എഴുതി വാങ്ങിയ കേസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സുകുമാരക്കുറുപ്പ് കേസാണ്. അല്ലാതെ തന്നെയല്ല, ഇത് പലയിടത്തേക്കും എൻ്റെ അടുക്കൽ തന്നെ ചിലർ വന്നിട്ടുണ്ട്. സുകുമാരക്കുറുപ്പ് ഇന്ത്യക്ക് പുറത്തുണ്ട് എന്നുള്ള പറഞ്ഞിട്ട് ഒരു വാർത്ത, നമുക്ക് ചില വിവരങ്ങളുണ്ട്, വാർത്ത കൊടുക്കാം എന്ന് പറഞ്ഞു വന്നു. അങ്ങനെ വാർത്ത വന്നു കഴിഞ്ഞാൽ ആ ഇന്ത്യക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല പൈസ ചിലവിലല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ പൈസ കിട്ടുമെന്ന് ഉറപ്പുണ്ടായിട്ടുണ്ടല്ലോ അങ്ങനെ വാർത്ത കൊടുക്കാൻ നമ്മൾക്ക് സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ പറയുന്നത് ഈ സുകുമാരക്കുറുപ്പ് ഇങ്ങനെ നിലനിൽക്കണം, ഈ കേസ് നിലനിൽക്കണം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ കേസുമായിട്ട് ഇങ്ങനെ പോലീസിന് അന്വേഷണം അടയ്ക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതിൽ കവിഞ്ഞ് ഇതിന് മറ്റെന്തെങ്കിലും ഒരു പ്രാധാന്യമോ പ്രസക്തിയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, എന്തായാലും സുകുമാരക്കുറുപ്പ് ഇപ്പോഴും പിടികിട്ട പുള്ളിയാണ്, മോസ്റ്റ് വാണ്ടഡ് ആണ്. ആ മോസ്റ്റ് വാണ്ടഡ് ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. കേരള പോലീസിൻ്റെ പല വിഭാഗങ്ങൾ, പല സേനകൾ അന്വേഷിച്ചതാണ്. ഓരോ പുതിയ ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ചിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ആദ്യം അന്വേഷിക്കുന്ന ഫയലാണ് സുകുമാരക്കുറുപ്പ്. ഈ ഫയല് അപ്പോൾ വീണ്ടും ആ ഫയലിന് ജീവൻ വെക്കുകയാണ്. കണ്ടെത്താൻ കഴിയുമോ? കണ്ടെത്താൻ കഴിയണമെങ്കിൽ ആൾ ജീവനോടെ ഉണ്ടാകണം. അതുപോലും നമുക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല. നോക്കാം എന്ത് പറ്റും മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലിൽ നിന്ന്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും, ചർച്ച കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും.